മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീ ഹരേ നാരായണ നാരായണ. ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൽ 4-ാം സുദിനം പ്രഭാതത്തിൽ പ്രഹ്ലാദ സ്തുതി കഴിഞ്ഞ് പ്രഹ്ലാദനെ അനുഗ്രഹിക്കുന്ന വിശേഷപ്പെട്ട രംഗം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വർണ്ണാശ്രമധർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞത്. വർണ്ണം, ആശ്രമം, ധർമ്മങ്ങൾ അത് ലോകമുള്ളിടത്തോളം നിലനിൽക്കുന്നതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഈ വർണ്ണാശ്രമധർമ്മങ്ങളൊക്കെ പണ്ട് കാലത്തുള്ളതാണ്. അത് ബ്രാഹ്മണർ എന്തോ ഒരു ബ്രാഹ്മണിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണെന്നാണ് സാധാരണ രീതിയിൽ അല്ലേ കേട്ടുകേൾവിയുള്ളത്. എന്നാൽ അതൊന്നുമല്ല എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഏത് കാലത്തുണ്ടെന്നാണ് പറയുന്നത്. എല്ലാ കാലത്തും ഉള്ളതാണ്. ബുദ്ധി കൊണ്ട് പ്രവർത്തിച്ചിട്ട് വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരുന്നിട്ട് മറ്റുള്ളവരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവരവരെ കൊണ്ടൊക്കെ ചെയ്യിച്ചിട്ട് ബുദ്ധി കൊണ്ട് പ്രവർത്തിച്ചിട്ട് ഇഷ്ടംപോലെ ശമ്പളം പറ്റുന്നവരൊന്നുമില്ലേ? ഉണ്ട്. അതിൻ്റെ പരിപൂർണമായ മേൽനോട്ടം മാത്രമേ വഹിക്കുള്ളൂ. കണ്ടിട്ടില്ലേ? ജില്ലയുടെ മുഴുവൻ മേൽനോട്ടം വഹിക്കുള്ളൂ. അവർ ബെല്ലടിക്കുമ്പോൾ ആൾ വരണം, കാപ്പി കൊണ്ട് കൊടുക്കണം. കണ്ടിട്ടില്ലേ? ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ട് എന്നാണ്. ഇതൊക്കെ വെറുതെ പറയുന്നതേ ഉള്ളൂ. നമ്മൾക്കിങ്ങനെ കറണ്ടില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കറണ്ട് പോവാത്ത തരത്തിൽ AC ഇട്ടിട്ട് ഇരിക്കുന്നില്ലേ നികുതി ബില്ല് കൊണ്ട്? ഇതൊക്കെ എല്ലാ കാലത്തും ഉള്ളതാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതിനെ പറയുമ്പോൾ ആരൊക്കെ ഉണ്ടാക്കിയതെന്നൊക്കെ പറയും. ഭഗവാൻ ഉണ്ടാക്കിയത് ഗുണകർമ്മത്തിനനുസരിച്ചിട്ടാണെന്ന് തിരിച്ചറിയുക. ഒരാൾ 35 വർഷം ആനപ്പുറത്ത് എപ്പോഴും കയറുന്ന ആളാണ്. അപ്പോൾ പിറകിൽ തഴമ്പുണ്ടാവും, അത് ഇരിക്കാൻ പറ്റില്ലല്ലോ, വിഷമമുണ്ടാവും. അതുകൊണ്ട് അദ്ദേഹത്തിന് മകനുണ്ടാവണമെന്നുണ്ടാവും ഇല്ല. ഇതാണ് ചാതുർവർണ്ണത്തിലുള്ള വിശേഷം. അദ്ദേഹം അങ്ങനെ ഇരുന്നത് കൊണ്ട് അതുണ്ടായി. മകൻ അങ്ങനെ ഇരുന്നിട്ടില്ലെങ്കിൽ അതുണ്ടാവില്ല. ഒരു ഡോക്ടറായിട്ട് കേമായിട്ട് എപ്പോഴും തിരക്കാണെങ്കിൽ മകന് തിരക്കുണ്ടാവണമെന്നില്ല. SSLC കഴിഞ്ഞിട്ടില്ല. പറഞ്ഞ് മനസ്സിലായല്ലോ. ഇതാണ് ചാതുർവർണ്ണത്തിൻ്റെ വിശേഷം. ഗുണത്തിനനുസരിച്ചിട്ടാണ്. ഗുണകർമ്മ വിഭാഗശ. അല്ലാതെ പേര് കൊണ്ടോ കേമത്വം കൊണ്ടോ ആ പാരമ്പര്യം കിട്ടിയെന്ന് പറഞ്ഞത് കൊണ്ടോ മാത്രം കാര്യമില്ല. എന്ത് വേണം? പഠിക്കണം എന്ന് പറഞ്ഞില്ലേ? 4 വേദങ്ങളും പഠിച്ചവരെയാണ് ചതുർവേദികൾ എന്ന് പറയാം. ഇപ്പോഴെത്ര ചതുർവേദിമാരുണ്ട് പറയും. തോന്നിവാസം കളിക്കുന്നവർ. അവർക്ക് വേദം എന്താണെന്ന് അറിയില്ല അവർക്ക്. അതുകൊണ്ട് അവരും ചതുർവേദി എന്ന് പറയുന്നത് പഴയ പേരിൽ പറയുന്നതല്ലാതെ ഒരു ബന്ധവുമില്ല. ത്രിവേദി എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാരുണ്ട്, കേട്ടിട്ടുണ്ടോ? ത്രിവേദി എന്ന് പറഞ്ഞാൽ 3 വേദം പഠിച്ചവർ. പക്ഷെ ഇന്നതൊന്നല്ല. ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയ പേര് കൊണ്ട് കഴിയുകയാണ്. ഇതൊക്കെയാണ് ചാതുർവർണ്ണ്യം എങ്ങനെ ഉണ്ടായത്. ആശ്രമധർമ്മങ്ങൾ കൃത്യമായിട്ട് എല്ലാ കാലത്തും പാലിക്കണം. പഠിക്കേണ്ടുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൽ ശ്രദ്ധ കൊടുക്കണം. വേണ്ടേ? അതാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ഗൃഹസ്ഥാശ്രമികൾക്ക് ചില ധർമ്മങ്ങളുണ്ട്. ഈ ഗൃഹസ്ഥാശ്രമം കൃത്യമായിട്ട് കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മറ്റ് 3 ആശ്രമത്തിലുള്ളവർക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഗൃഹസ്ഥാശ്രമം. പിന്നീട് വാനപ്രസ്ഥം, സന്യാസം. നേരിട്ട് സന്യാസത്തിലേക്ക് പോകുമ്പോഴാണ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഭഗവാൻ പറയുന്നു ആശ്രമം ഗച്ഛേൽ അന്യഥാ മൽപരശ്ചരേൽ. ഒരാശ്രമം കഴിഞ്ഞിട്ട് പരിപാകം വന്നതിന് ശേഷം അതിൻ്റെ അനുഭവങ്ങളൊക്കെ ഉൾക്കൊണ്ടതിന് ശേഷം വേണം അടുത്ത ആശ്രമത്തിൽ കിടക്കാൻ. അങ്ങനെ ആയിരിക്കണം. അല്ലാത്തത് അപൂർവമായിട്ടുണ്ടാവും കേട്ടോ. എത്രയോ ലക്ഷങ്ങൾ കുടുംബങ്ങൾ ഒന്നൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ്. അതുകൊണ്ട് ഈ ആശ്രമങ്ങളും വർണ്ണവും ധർമ്മവും ഒക്കെ ഭൂമി ഉള്ളിടത്തോളം കാലം നിലനിർത്തുകയും അതിൻ്റെ പ്രത്യേകത പാരമ്പര്യമല്ല, പിന്നെന്താണ്? ഗുണകർമ്മ വിഭാഗശ. അവരവർ ചെയ്യുന്ന ആ കർമ്മത്തിൻ്റെ ഗുണത്തിനനുസരിച്ചിട്ടാണ്, ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഒരു മാല ഇങ്ങനെ കയ്യിലെടുത്ത് പിടിച്ചു, ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് തിരുമേനിപ്പോഴാവുന്നത് കാപ്പി കഴിച്ചോ? ഇല്ല, ഇന്നെന്താ പലഹാരം? ഇതൊക്കെ കഴിയുമ്പോൾ ഒരു മാല ജപിച്ചു കഴിഞ്ഞു. അപ്പോൾ അല്ലേ, പിന്നെ അവിടെ ഇങ്ങനെ ക്യൂ നിൽക്കണം തോന്നി. അപ്പോൾ ആ പ്ലേറ്റും വാങ്ങിച്ചിട്ട് അപ്പോഴും ജപിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെപ്പോഴും ജപാന്നാണ് തോന്നുക. പക്ഷേ എണ്ണം തികച്ചൊന്നേ ഉള്ളൂ, ക്വാണ്ടിറ്റി ഉണ്ടായിട്ടുള്ളൂ. എന്തുണ്ടായിട്ടില്ല? ക്വാളിറ്റി ഉണ്ടായിട്ടില്ല. ഇതുകൊണ്ട് കാര്യമില്ല എന്നാണ് ഭഗവാൻ കൃത്യമായിട്ട് പറഞ്ഞത്.
വളരെ കൃത്യമാണ് എല്ലാ കാര്യങ്ങളും. ഓരോന്നും അങ്ങനെയാണ്. ഭഗവാൻ പാർത്ഥസാരഥിയുടെ ഉപദേശം അർജുനന് കൊടുത്തപ്പോഴും ഉദ്ധവന് കൊടുത്തപ്പോഴും വളരെ കൃത്യമായിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു നിവേദ്യ സാധനങ്ങൾ ഇത്ര മണിക്കൂർ വരെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്ര മിനിറ്റിനുള്ളിൽ നിവേദ്യം കഴിക്കണം എന്നാണ്. അതുപോലെ ഒരു ആഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്ര സമയത്തിനുള്ളിൽ കഴിച്ചിട്ടില്ലെങ്കിൽ അത് വിഷത്തിൻ്റെ ഫലം ചെയ്യുന്നതാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. എങ്ങനെയുള്ള ആഹാരങ്ങളാണ് കഴിക്കേണ്ടത്, സന്യാസിമാരെങ്ങനെയുള്ള ആഹാരങ്ങളാണ് കഴിക്കുന്നത് അല്ലേ. അപ്പോൾ സ്വാമിയെ കാണാൻ പോയി, ഇപ്പം കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ പിന്നെ അവരെന്താണ് ഇതിൽ പെട്ടുവോ? ആ ഗണത്തിൽ പെട്ടില്ല അവരെന്നാണ് അർത്ഥം. ഇങ്ങനെ ഓരോ കാര്യത്തെക്കുറിച്ച് സ്വഭാവത്തിലും ആഹാരത്തിലും ഒക്കെ എതിർച്ചാ ലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സര സകല കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു. വർണ്ണാശ്രമധർമ്മങ്ങൾ കഴിഞ്ഞു. വർണ്ണാശ്രമധർമ്മങ്ങൾ കഴിഞ്ഞതോട് കൂടിയിട്ട് മന്വന്തരങ്ങളെക്കുറിച്ചാണ് വർണ്ണിച്ചത്. മന്വന്തരങ്ങൾ 14 മന്വന്തരങ്ങളാണ്. ഒരു മനുവിൻ്റെ കാലഘട്ടമാണ് ഒരു മന്വന്തരം. സ്വയംഭൂ മന്വന്തരം, സ്വാരോജിഷ മന്വന്തരം, ഉത്തമ മന്വന്തരം, താമസ മന്വന്തരം, രൈവത മന്വന്തരം, ചാക്ഷുഷ മന്വന്തരം, വൈവസ്വത മന്വന്തരം. ഇപ്പോഴും ഏത് മന്വന്തരാണെന്നറിയോ? 7ാമത്തെ മന്വന്തരം വൈവസ്വത മന്വന്തരത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്ന് പറയുക. നമ്മൾ മാത്രമല്ല, നമ്മുടെ മുത്തശ്ശന്മാരും ഇതിൽ തന്നെയാണ്. വരുന്ന തലമുറയ്ക്ക് അതിൽ തന്നെ. കാരണം മന്വന്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്കിനപ്പുറത്തുള്ള കണക്കാണ്. സാധാരണ കമ്പ്യൂട്ടറിൽ അത് പിടിച്ചു വരുന്നില്ല, ഡിജിറ്റലിലൊന്നും ഇത് വരുന്നില്ല. അത്രയും വലിയ കണക്കാണ്. അതായത് ഒരു യുഗം എന്ന് പറയുന്നത് അത്രയാണെന്ന് കണക്കില്ലല്ലോ അല്ലേ. വലിയ സംഖ്യകളാണ് പറയുന്നത്. എത്ര 1000 വർഷങ്ങളാണ് ഒരു യുഗം. അങ്ങനെ 4 യുഗം കഴിയുമ്പോൾ യുഗ ആവർത്തനമായി വീണ്ടും ആദ്യത്തെ യുഗം തന്നെ വരും. ഇപ്പോൾ കലിയുഗമാണ്. കുറേ കാലം കഴിഞ്ഞത് കഴിഞ്ഞാൽ വീണ്ടും കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം വരും. ഇങ്ങനെ ഈ കലിയുഗം കഴിയുമ്പോഴേക്കും ഒരു മന്വന്തരം ആവില്ല. അങ്ങനെ 71 ചതുർയുഗങ്ങൾ കഴിഞ്ഞാലാണ് ഒരു മന്വന്തരം. അപ്പോൾ നമുക്ക് വലുതും പിടികിട്ടോ ഇല്ല. ഒരു യുഗം കഴിഞ്ഞ് 4 യുഗങ്ങൾ കഴിഞ്ഞ് വീണ്ടും അടുത്ത 4 യുഗം കഴിഞ്ഞ് അങ്ങനെ 71 തവണ ആവർത്തിക്കുമ്പോഴാണ് ഒരു മനുവിൻ്റെ കാലഘട്ടം മന്വന്തരം. കണക്കിൽ പിടിയില്ലല്ലോ. അങ്ങനെ എത്ര മന്വന്തരങ്ങൾ കഴിഞ്ഞു? 6 മന്വന്തരങ്ങളും കഴിഞ്ഞ് 7ാമത്തെ മന്വന്തരത്തിലാണ് നമ്മളിപ്പോൾ നാടകശാലയിൽ ഇരിക്കുന്നവരും എല്ലാം അതിൽപ്പെട്ടവരാണ് കേട്ടോ. എൻ്റെ തലമുറകൾ ഇതിൽപ്പെട്ടവരാണ്. ഇന്ന് തൊട്ട് മുമ്പുള്ളവരും അതെ. കാരണം മന്വന്തരം ഇത് ആരംഭിച്ചിട്ട് കാലം കുറയും. പക്ഷെ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വരുന്നൊരു മന്വന്തരം വരുമ്പോൾ അതാണ്, കേട്ടിട്ടുണ്ടോ ആ മന്വന്തരത്തെ കുറിച്ച്? സാവർണിക മന്വന്തരം എന്ന് പറയും. സാവർണിക മന്വന്തരം എന്ന് പറയും. അപ്പോഴാണ് നമ്മുടെ മഹാബലി ഇന്ദ്രനായിട്ട് വരും. ഇവിടെ ദേവലോകത്തുള്ള ഇന്ദ്രനായിട്ട് വരും. അതുവരെ ഉപേന്ദ്രനായിട്ട് സുതലത്തിൽ കഴിഞ്ഞുകൂടുന്നു. വാമനമൂർത്തിയാണ് കാവൽക്കാരനായിട്ട് മഹാബലിക്കൊപ്പം ഉള്ളത്. ഇത്രയും വിശേഷങ്ങളാണ് ഇവിടെ തുടക്കം ഓരോ മന്വന്തരങ്ങളെക്കുറിച്ചും പറഞ്ഞത്. ഇനി ഓരോ മന്വന്തരത്തിലുള്ള വിശേഷങ്ങളാണ് പറഞ്ഞത്. ഇത് ചുരുക്കി പറയുന്നേ കേട്ടോ. ഈ ഓരോ മനുവും മാറുമല്ലോ. ഒരു മനുവിൻ്റെ കാലഘട്ടമാണ് ഒരു മന്വന്തരം എന്ന് പറഞ്ഞാൽ അടുത്ത മന്വന്തരത്തിൽ മാറും. സ്വാരോജിഷൻ എന്ന മനുവാണ് പിന്നീട് ഭരണാധികാരി. പിന്നെ ഉത്തമ മനു, പിന്നെ താമസൻ എന്ന പേരായിട്ടൊരു മനു. ഇങ്ങനെ ഓരോ മനുവും ഉണ്ടാവും. ആ സമയത്ത് ദേവേന്ദ്രന്മാർ മാറും. ദേവേന്ദ്രന്മാർക്ക് ശരിക്കുള്ള മാറ്റപ്പോഴാണ് അത് ആ സമയത്താണ്. പിന്നെ ഇടയിൽ എന്തെങ്കിലും വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ സ്ഥാനം പോവും. ഭഗവാൻ വന്നിട്ട് നിങ്ങൾ തന്നെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവിടെ ഇരുത്തും. കാരണം ഇത്ര കാലത്തേക്ക് ഒരാളെ നിശ്ചയിച്ച് അവരെ ഭരിക്കാൻ അനുവദിക്കണമെന്നാണ് പണ്ടുള്ള നിയമം. അവർ ഭരിക്കണം. അതിനിടയിൽ വല്ലതും സംഭവിച്ചാൽ പറയത്തില്ല, അല്ലെങ്കിൽ അവർക്ക് അവസരം കൊടുക്കണം. അതാണ് മന്വന്തരത്തിൽ ഉള്ളത്. ഋഷികൾ മാറി, സപ്തഋഷികളൊക്കെ ഓരോ മന്വന്തരത്തിലും മാറി മാറി വരും. അതിനനുസരിച്ച് ഭഗവാൻ ചില അവതാരങ്ങൾ എടുക്കും ഓരോ മന്വന്തരത്തിലും. അങ്ങനെ 4ാമത്തെ മന്വന്തരമായ താമസ മന്വന്തരത്തിൽ ഭഗവാൻ ഹരി എന്നു പേരായിട്ടൊരു അവതാരമെടുത്തു. ഹരിമേധസിൻ്റെ ഭാര്യയായ ഹരിണിയിൽ അവതാരമെടുത്തു. ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പെട്ടെന്ന് മനസ്സിലാവാൻ ചക്രപാണിയായിട്ടുള്ള ഭഗവാൻ എന്നാണ്. പ്രധാനമായിട്ട് ഭഗവാൻ എന്താ ഇവിടെ കാണിച്ചിരുന്നത്? കയ്യിൽ ചക്രവുമായിട്ട് ശ്രീഹരി തന്നെ അവതരിച്ചതാണ് ഹരി എന്ന അവതാരം. എന്തിനു വേണ്ടിയിട്ടാണ് അവതരിച്ചത്? ഒരു കാട്ടുമൃഗത്തെ മരണപത്രത്തിൽ നിന്ന് ഒരു മുതലയുടെ പിടിയിൽപ്പെട്ട് അന്ത്യനിമിഷത്തിലെത്തിയ കാട്ടുമൃഗത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീഹരിയായിട്ട് ഇവിടെ ഭഗവാൻ
അവതരിച്ചതെന്ന് പറഞ്ഞു. അപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷിത മഹാരാജാവുണ്ടല്ലോ, ജലപാനം പോലും ഇല്ലാതെ അല്ലേ, ഒന്നുമില്ലാതെ 4-ാം ദിവസമായപ്പോഴാണ് ഈ കഥ കേട്ടത്. അപ്പോൾ ഒരു അസുരബാലന് വേണ്ടി മാത്രം ഭഗവാൻ വിഷ്ണു തൂണിൻ്റെ ഉള്ളിൽ നിന്നും ഇത്തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള ഒരു അവതാരം എടുത്ത് രക്ഷിച്ച കഥയാണല്ലോ അതിന് മുമ്പ് പറഞ്ഞത്, പ്രഹ്ലാദ ചരിത്രം. അത് കേട്ടപ്പോൾ തന്നെ മനസ്സിൽ ഉറപ്പുണ്ടായി, ഭഗവാൻ ഇന്ന ആൾക്ക് വേണ്ടിയിട്ടൊന്നുമില്ല, ആരാണോ ഭഗവാനെ സർവാത്മന ആശ്രയിക്കുന്നത് അവരെ രക്ഷിക്കും. ഈ നമയെ ഭക്ത പ്രണശ്യതി എന്നാണ് ഭഗവാന്റെ പ്രമാണം. അതായത് എന്താണ്, ഭക്തന്മാർ നശിക്കില്ല എന്ന്. പക്ഷേ ഈ നമയി ഭക്ത, ഈ ഭക്ത എന്നുള്ളതിന് വ്യാഖ്യാനമുണ്ട്. ആരാണ് ഭക്തൻ? ഭഗവത്ഗീത മുഴുവൻ ഇപ്പം വായിക്കാൻ പറ്റില്ലല്ലോ അല്ലേ, ഇല്ല. അപ്പോൾ ആ ഭക്തൻ എന്ന് പറഞ്ഞാൽ ഭക്ത എന്നുള്ളതിൽ പെട്ടാൽ നമ്മുടെ മലയാളത്തിൽ പറയുന്ന ഭാഷയല്ല. ആരാണോ സർവാത്മന സകലതും വിട്ട് ഭഗവാനെ ആശ്രയിക്കുന്നത് അവരാണ് ഭക്തൻ. അല്ലാതെ ചന്ദനമായിട്ടോ കുങ്കുമായിട്ടോ ഒന്നും ഇതിന് ബന്ധമില്ല, ഭക്തന്മാർക്ക് ബന്ധമില്ല. ഉണ്ടോ? ഉണ്ടോ? ഇല്ല, എനിക്ക് വെറുതെ തെറ്റിദ്ധാരണയാണ്. അതുപോലെ രുദ്രാക്ഷം വരുമോ? ഇല്ല, അതും വരില്ല. മഞ്ഞമുണ്ട് ഇല്ല, കാവ്യമുണ്ട്, ഇതൊന്നും ഭക്തിയായിട്ട് ബന്ധപ്പെട്ടതല്ല. വലിയ നിലവിളക്ക്, അതിലുള്ള വലിയ തിരി, ഇതൊന്നും ആർക്ക് ബാധകമല്ല. ഈ യഥാർത്ഥ ഭക്തനെ സംബന്ധിച്ചുള്ളതല്ല. അതൊക്കെ ഭക്തി ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ മാത്രമാണ്. വിളക്ക് കൊടുക്കലും പ്രാർത്ഥനയും. ഈ പ്രദക്ഷിണമൊക്കെ ഭക്തിയാണോ സത്യത്തിൽ? അല്ല. ഇതിനെന്തിനു വേണ്ടിയിട്ടാണ്? ഭക്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ യഥാർത്ഥ ഭക്തനെ സംബന്ധിച്ച് ഒന്നും ബാധകമല്ല. എന്തുകൊണ്ടെന്നറിയോ? ഹിമാലയത്തിൽ അവിടെയൊക്കെ ഇരുന്ന് തപസ് ചെയ്യുന്നവർ ഏത് ഉരുളിയിലാണ് പായസം വെക്കുക? പറ്റുമോ? ഇല്ല. പിന്നെന്താ, നമ്മുടെ നിയമങ്ങളൊക്കെ ഉണ്ടോ? അവിടെ ഇങ്ങനെ ഈ ചന്ദനവും കളപ്പൊക്കെ കിട്ടുമോ തൊടാൻ വേണ്ടിയിട്ട്? റെഡിമെയ്ഡ് ഒന്നും കിട്ടില്ല. അപ്പോൾ ഇതൊന്നും വേണമെന്നില്ല, ആ തലത്തിലേക്ക് എത്തിയവർക്ക്. അപ്പോൾ ഇതൊക്കെ ഭക്തിയുടെ ലക്ഷണങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുന്നു, നമുക്ക് സ്വയം സംതൃപ്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പറഞ്ഞ് മനസ്സിലായല്ലോ? അത് ഏതായാലും വിരോധമില്ല. നമ്മുടെ ഋഷീശ്വരൻ്റെ കഥയൊക്കെ ആദ്യം പറഞ്ഞു. ശമീക മഹർഷിയൊക്കെ കണ്ടില്ലേ? അദ്ദേഹം രുദ്രാക്ഷം ധരിച്ചാലും ചത്ത പാമ്പിനെ കഴുത്തിലിട്ടപ്പോഴും അദ്ദേഹത്തിന് ഒരുപോലെയായിരുന്നു. ഒരു വ്യത്യാസം ഉണ്ടായില്ല. അദ്ദേഹം ആരെയും ശപിച്ചിട്ടുമില്ല. അതാണ് പ്രത്യേകത. ആ ഒരു ഭാവത്തിലുള്ളവരാണ് യഥാർത്ഥ ഭക്തന്മാർ. ഇവിടുത്തെ ഭക്തൻ ആരാണെന്ന് പറയോ? ഒരു കാട്ടാനയാണ് ഭക്തൻ എന്നാണ് പറയുന്നത്. ഒരു കാട്ടാനയാണ് ആര് രക്ഷിച്ചത്? ഭഗവാൻ രക്ഷിച്ചത്. മാത്രമല്ല, എത്രയോ അകലെയുള്ള വൈകുണ്ഠത്തിൽ നിന്നും ഒരു കാട്ടാനയ്ക്ക് വേണ്ടി മാത്രം എടുത്ത അവതാരമാണ് ഹരിയായിട്ടുള്ള അവതാരം. ഇത് വളരെ പൗരാണികമായ കഥയാട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ കാലത്ത് ക്ഷേത്രങ്ങൾ ഉണ്ടാവുന്നതിനൊക്കെ മുമ്പേയുള്ള കഥയാണ്. ക്ഷേത്രങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഗജേന്ദ്രമോക്ഷം അനുസ്മരിക്കണം എന്നാണ് പറയുക. ഇപ്പോൾ അടുത്ത കാലത്തുള്ളതൊന്നുമല്ല. അത്രയും പൗരാണികമായിട്ടുള്ള ഒരു മന്വന്തരത്തിൻ്റെ ഏതോ ഭാഗത്തുള്ള കഥ എന്ന് പറയുമ്പോൾ അനാദിയായിട്ടുള്ളതാണ്. ഏതായാലും അങ്ങനെ ഒരു ഭഗതൻ്റെ കഥയാണ് ഗജേന്ദ്രമോക്ഷമായിട്ട് നമുക്കിവിടെ വർണ്ണിച്ചു തന്നത്. എന്താണ്, ത്രികൂടം എന്നു പേരായിട്ടുള്ളൊരു പർവ്വതം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കഥ തുടങ്ങുന്നു. ആസീത് ഗിരിവരോ രാജൻ ത്രികൂട ഇതി വിശ്രുത. കൂടം എന്ന് പറഞ്ഞ ശൃംഗം, കൊടുമുടി എന്നാണ്. 3 കൊടുമുടിയുള്ള പർവ്വതം, അതാണ് ത്രികൂട പർവ്വതം. ക്ഷീരസമുദ്രത്തിൻ്റെ മധ്യത്തിലായിട്ടുള്ളത് അന്നത്തെ കഥയാണ്. അത് ഒന്ന് ഇരുമ്പ് പോലെയും ഒന്ന് വെള്ളി പോലെയും ഒന്ന് സ്വർണം പോലെയും ശോഭിക്കുന്നുണ്ട്, ധാതുക്കൾ ധാരാളം ഉള്ളതുകൊണ്ട്. അങ്ങനെയുള്ള അവിടുത്തെ വിസ്തൃതി എത്രയാണെന്ന് പറയുന്നു. ശൃംഗങ്ങൾ ഇടയിലിടയിലുള്ള ഒരു വലിയ കൊടുമുടി ഉണ്ടെങ്കിൽ അതിനിടയിലൊക്കെ എന്തുണ്ട്? പർവ്വത നിരകൾ ഉണ്ടാവും. പർവ്വത നിരകൾ എന്നാവും. ശൃംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ് ശൃംഗേഹി. അങ്ങനെയുള്ള നിരകളുണ്ട്. ആ പർവ്വത നിരകളുടെ ഇടയിലൊക്കെ ആയിട്ട് നീരൊഴുക്കുകളുണ്ട്, ധാരാളം നീർച്ചാലുകളുണ്ട്, അരുവികളുണ്ട്. പർവ്വതങ്ങൾ ഇങ്ങനെ ചുറ്റിലും നിൽക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് എന്തുണ്ട്? തടാകങ്ങളുണ്ട്. മുകളിലുണ്ടാവും തടാകങ്ങൾ. ഏറ്റവും ഉയരത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടെ തടാകവും വെള്ളമൊക്കെ കാണാം നമുക്ക്. അങ്ങനെയൊക്കെയുള്ളതുണ്ട്. പിന്നെ നാനാദ്രുമ ലതാഗുൽമയർ നിർഘോഷൈർ നിർജരാംഭസം. സിദ്ധചാരണ ഗന്ധർവന്മാരും കിന്നരരും വിദ്യാധരന്മാരും ഇവരൊക്കെ എപ്പോഴും പാട്ടുപാടി നീന്തി കുളിക്കാനും കളിക്കാനൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം, പരിപാവനമായ സ്ഥലം. അവിടെയുള്ള വൃക്ഷങ്ങളുടെ പേരൊന്നും പറയാനൊന്നും പറ്റില്ല എന്നാണ് പറഞ്ഞു. അസംഖ്യമായിട്ടുള്ള അത്ഭുത വൃക്ഷങ്ങൾ, ദേവദാരു, ചന്ദനം, ഇങ്ങനെയൊക്കെയില്ലേ, രുദ്രാക്ഷം, ഇങ്ങനെയൊക്കെയുള്ള വൃക്ഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന പുണ്യസ്ഥലം.
ഈ ദേവസ്ത്രീകൾക്കൊക്കെ എപ്പോഴും മോഹം വരും അത്രേ ഇവിടെ പോകണമെന്ന്. അത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ പറയുന്നത്. ഇവിടെ വേറൊരു പ്രത്യേകതയുണ്ട്. ഭഗവാനാകുന്ന വരുണൻ, വരുണൻ എന്ന് പറഞ്ഞ സമുദ്രത്തിൻ്റെ അധിപനാണ്, അതിൻ്റെ പരമാധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ സ്വന്തമായിട്ട് ഒരു ഉദ്യാനമുണ്ട് ഇവിടെ. ഋതുമത്ത് എന്നാണ് ആ ഉദ്യാനത്തിൻ്റെ പേര്, പൂന്തോട്ടം. ആ ഋതുമത്ത് എന്ന ഉദ്യാനത്തിൽ വരുണൻ അങ്ങനെ വല്ലപ്പോഴും ഉണ്ടാവുള്ളൂ. പക്ഷെ അദ്ദേഹം ഈ ദേവന്മാർക്കൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട്. നല്ല വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ദേവന്മാർ പോലും ഈ ഉദ്യാനത്തിലാണ് വന്നിട്ട് കഴിഞ്ഞുകൂടുക. അത്രയൊക്കെ മനോഹരമായ സ്ഥലം. പിന്നെ അവിടേക്കുള്ള ചൂതൈ പ്രയാളൈ വനസൈ രാമ്രൈ രാമ്രാന്തകൈരവി ക്രമുകൈർനാളികേരൈശ്ചാഖർജുരൈർ ബീജപൂരകൈഹി. ഇതൊക്കെ കേട്ടിട്ട് വേണം മനസ്സിലാക്കാൻ ഈ സ്ഥലത്തിൻ്റെ മഹത്വം. നല്ല 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 തെങ്ങുകൾ അല്ലേ, ധാരാളം നാളികേരം, ചെറുനാരങ്ങ, വലിയ നാരങ്ങ, മാതള നാരങ്ങ, ഡാഡി മാതള എന്നൊക്കെ പറയുന്നത്, ഇങ്ങനെയുള്ള എല്ലാ ഫലവൃക്ഷങ്ങളും. പനസൈഹി, പനസ് എന്ന് പറയുന്ന ചക്ക അല്ലേ, നമ്മൾ പ്ലാവുകൾ ധാരാളം ഉണ്ടാവും, മാവുണ്ട്. ഇതൊക്കെയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നോക്കിക്കോളൂ ആ സ്ഥലത്തിൻ്റെ മഹത്വം. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ്. ഈ ധാരാളം കാടുകളുണ്ട്. ചില ഭാഗത്ത് ചതുപ്പ് നിലങ്ങളായിരിക്കും, ചിലയിടങ്ങളിൽ മുളകൾ കൂട്ടങ്ങളുണ്ട്, മുളം കൂട്ടം എന്നാണ് പറയുക, ധാരാളമായിട്ടുണ്ടാവും. ചിലയിടങ്ങളിൽ ചൂരലുകൾ ധാരാളമായിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള വിശേഷപ്പെട്ട സ്ഥലം. ഇവിടെ ഒരു കാട്ടിൽ തത്രൈകത, അവിടെയാണ് ഒരു കാട്ടിൽ ദിഗ്ധഗിരികാനനാശ്രയ കരയിടുവാരണയൂഥപസ്തരൻ സ കണ്ടകൻ കീചകവേണുവേത്രവദ്വിശാലഗുൽമം പ്രരുജൻ വനസ്പതിം. അവിടെ ധാരാളം പനകളൊക്കെ ഉണ്ട്. അതിമനോഹരമായിട്ടുള്ള സ്ഥലം. ചെറിയ വെള്ളക്കെട്ടുകൾ, നീർച്ചാലുകളൊക്കെ ഉണ്ട്. നല്ല നല്ല പൂക്കളുള്ള വൃക്ഷങ്ങളൊക്കെ ഉണ്ട്, മുളയുണ്ട്, ചൂരലുകൾ ഇതൊക്കെ ഉണ്ട്. ആ ഒരു കാട്ടിൽ ഒരു ആനക്കൂട്ടം താമസം ഉണ്ടായിരുന്നു. അവരിങ്ങനെ കൂട്ടമായിട്ടാണ് എപ്പോഴും ആനകൾ താമസിക്കുക, സമൂഹമായിട്ടാണ്. ആ ഒരു വലിയ കേമനുണ്ട്, ഒറ്റക്കൊമ്പനല്ല, ഇരട്ടക്കൊമ്പൻ അങ്ങനെയല്ലേ പറയേണ്ടത്. നല്ല രണ്ട് കൊമ്പ്, ഒരു കേമായിട്ടൊരു കൊമ്പൊക്കെ ആയിട്ടെന്ന് പറയുന്നത്. ഒറ്റക്കൊമ്പനല്ല, ഇരട്ട തന്നെയാണ്. ആ കൊമ്പുള്ള ആനകൾ ധാരാളം ഉണ്ട് കേട്ടോ. പക്ഷെ അതിൽ എടുത്തു പറയത്തക്ക കൊമ്പോട് കൂടിയിട്ടുള്ള ഒരു തലയെടുപ്പുള്ള ഒരു വലിയ കേമനായിട്ടുള്ള ആനയുണ്ട്. പിന്നെ കുറേ ആനക്കൂട്ടങ്ങളുണ്ട് കേട്ടോ, ഇപ്പം തന്നെ താമസിക്കാൻ വേണ്ടി. ഇങ്ങനെ ഒരു ആനാ സമൂഹം അവിടെ താമസിച്ച് വരികയായിരുന്നു. ഇനി ഈ കഥ പറയുമ്പോഴിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ആന എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് ആനക്കൊരു പേരൊക്കെ കൊടുത്തു. എന്താണ്? ഗജേന്ദ്രൻ എന്ന് പേര് കൊടുത്തു. ഇത്രയേ ഉള്ളൂ സംഭവം. അല്ലാതെ അച്ഛനും അമ്മയും വിളിച്ച പേരൊന്നും അല്ല കേട്ടോ. നമ്മൾ പറയാം, കഥ പറയണമെങ്കിൽ എന്തെങ്കിലും പറയണ്ടേ. അതുകൊണ്ട് ഒരു പേരൊക്കെ വിളിക്കുന്നു, ഗജേന്ദ്രൻ. അർത്ഥം എന്താണ്? ആനകളുടെ നേതാവ്, ആനകളുടെ ഇന്ദ്രൻ എന്നുള്ള അർത്ഥത്തിൽ വിളിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ആന സമൂഹം മുഴുവനും ആരെ ആശ്രയിച്ചിട്ടാണ് കഴിഞ്ഞുകൂടുന്നത്? ഇതിൻ്റെ നേതാവിന്. അങ്ങനെയല്ലേ പറയേണ്ടത്? അതാണ് ഗജേന്ദ്രൻ്റെ അവസ്ഥ. ഇനി ഗജേന്ദ്രൻ്റെ മറ്റു ചില കാര്യങ്ങളും കൂടെ ആദ്യം തന്നെ അറിയുന്നത് നല്ലതാണ്. 10,000 ആനയുടെ ബലമുണ്ട്. സാധാരണ ആനകൾക്കില്ലാത്ത ചില ശക്തിയും പ്രഭാവമൊക്കെ ആർക്കുണ്ട്? ഈ ആനയ്ക്കുണ്ട്. മാത്രമല്ല ഗജേന്ദ്രന് കുറെ പിടിയാനകൾ ഉണ്ടാവുമല്ലോ. ആ പിടിയാനകളും കുട്ടികളും അപ്പോഴാണ് ഒരു കുടുംബമാവുന്നത്. അത് മാത്രമല്ല കുറേ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഒരുമിച്ച് തന്നെ കഴിഞ്ഞുകൂടുകയാണ് ഈ ആനയോടൊപ്പം. രാവിലെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. വലിയ കൂട്ടം കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ പരിപാടി? ഒന്നുമില്ല എന്ന് പറയുമ്പോഴേക്ക് ശരി, പന 2-3 പനയങ്ങ് വലിച്ചും ഇട്ട് കൊടുക്കുകയാണ്. ഇഷ്ടംപോലെ കഴിച്ചോളൂ, ആർക്കൊരു ബുദ്ധിമുട്ടില്ല. ആഹാരം ധാരാളമായിട്ട് കിട്ടുക, തിന്നാനും കുടിക്കാനും വലിക്കാനൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ആളുകൾ ഒപ്പം ഉണ്ടാവുമെന്ന് പറയുന്നില്ല. അതുപോലെയാണ് ഗജേന്ദ്രൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഗജേന്ദ്രൻ ഇതൊക്കെ ഇഷ്ടം പോലെ കൊടുക്കുന്നത് കൊണ്ട് രാവിലെ ആയിക്കഴിഞ്ഞാൽ ആനക്കൂട്ടം മുഴുവനും ഇദ്ദേഹത്തോടൊപ്പമാണ്. പിന്നെ അങ്ങനെ കാട്ടിലൂടെയൊക്കെ ഇങ്ങനെ സഞ്ചരിക്കും. ഇദ്ദേഹം സഞ്ചരിക്കുന്ന സമയത്തും ചില വിശേഷങ്ങളൊക്കെ ഉണ്ടെന്ന്. ഈ പന്നികളായാലും കാട്ടിലുള്ള മറ്റുള്ള ചില മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പേടിച്ചു വിളിക്കുകയാണ്. ആനയുടെ മണം, ഒരു ചൂരിയുണ്ട് അല്ലേ, ആനച്ചൂരി അറിയോ? ആന എവിടെ വന്നു നിന്നാൽ അറിയില്ലേ? അതുപോലെ ഇതെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പേടിച്ച് ഓടി ഒളിക്കും. സാധാരണ രീതിയിലുള്ളതാണ് അല്ലേ. പക്ഷെ അതല്ല, ഇവിടെ ഒരു അത്ഭുതം. കാട്ടിലെ രാജാവായ സിംഹം പോലും
ഈ ആനയുടെ മണമടിച്ചാൽ ഓടി രക്ഷപ്പെട്ട് ഗുഹയ്ക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങില്ല. സിംഹത്തിന് ശരിക്കും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒന്നാമത് രാജാവാണ്. പിന്നെ സിംഹത്തിൻ്റെ ഗുണം അറിയില്ലേ, സിംഹത്തിൻ്റെ ഈ കൈമുഷ്ടി ചുരുട്ടി അമർത്തി പിടിക്കണം. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു 150 കിലോ കൊണ്ടടിക്കുന്ന ബലം കിട്ടുന്ന ചുറ്റികയുടെ ബലം കിട്ടും. അതാണ് സിംഹത്തിൻ്റെ പ്രത്യേകത. ഇങ്ങനെ പിടിച്ചാൽ മതി, ആനയുടെ മസ്തകത്തിൽ ഒരു അടി കൊടുത്താൽ മതി എന്നർത്ഥം. അത്രയും പ്രഭാവശാലിയായ സിംഹം പോലും ഈ ആനയുടെ ഒരു ചെറിയൊരു നിഴൽ കണ്ടാൽ പേടിച്ചൊളിക്കും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ കാട്ടിൽ തന്നെ എതിർക്കാൻ ആരുമില്ല, എനിക്ക് ആരെയും പേടിക്കാനില്ല, ഏകാധിപതിയായിട്ട് ഇവരോടുകൂടി വാഴുകയാണ്. അങ്ങനെ വരുമ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. എന്താണെന്നറിയോ? തനിക്കാരെയും പേടിക്കാനില്ല, തന്നെ പേടിച്ചിട്ട് എല്ലാവരും കഴിഞ്ഞു കൂടുകയാണ് എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ എന്തുണ്ടാവും? അഹം എന്ന ഭാവം വരും, അല്ലേ? ഞാനെന്ന ഭാവം, എനിക്ക് മുകളിൽ ചിലതൊക്കെ ഉണ്ട് തോന്നുമ്പോഴാണ് നമുക്ക് കുറച്ചൊന്നൊരു, അല്ലേ, അല്ല ഒന്നുമില്ല, എനിക്ക് മുകളിൽ ഞാനില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വല്ലതും പേടിക്കണം. അങ്ങനെ ദൈവം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ദൈവം പോലും ഇല്ല എന്നുള്ള ഭാവത്തിലാണ് കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് അഹംഭാവത്തോടു കൂടിയിട്ട് കഴിഞ്ഞുകൂടി ഗജേന്ദ്രൻ കുറേ നാളുകൾ കഴിയുമ്പോഴേക്കും കൂട്ടുകാരോടും കുട്ടികളോടും കൂടിയിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടി ഈറയും മുളയൊക്കെ പൊട്ടിച്ച് വലിച്ചെറിഞ്ഞ് മരത്തിൻ്റെ കൊമ്പിലുള്ള പക്ഷികളൊക്കെ ഭീഷണിപ്പെടുത്തി കൊമ്പ് പിടിച്ച് കുലിക്കാൻ കഴിഞ്ഞില്ലേ? ഇങ്ങനെയൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുന്നു ഗജേന്ദ്രൻ. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ധാരാളം പനമ്പട്ടകളൊക്കെ കഴിച്ചു കഴിഞ്ഞു, വിശപ്പ് മാറി. പക്ഷെ നല്ലതുപോലെ ദാഹമുണ്ട് ആനകൾക്കൊക്കെ. അവരെല്ലാവരും കൂടി പറഞ്ഞു, നമുക്ക് കുറച്ച് വെള്ളം കുടിക്കണം, ഒന്ന് കുളിക്കണം, തിമിർക്കണം, ജലക്രീഡ ചെയ്യണം. എന്താ, എങ്ങോട്ടാ ഇന്ന്? ആ പ്രയാസമില്ല, ഇന്ന് നമുക്ക് പുതിയ സ്ഥലത്തേക്ക് പോകാം, പുതിയ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ താഴ്വാരത്തിലേക്ക് എത്തി, ഒരു തടാകത്തിൻ്റെ കരയിലെത്തി. വലിയൊരു തടാകം, ഇതുവരെ അങ്ങനെ വന്നിട്ടോ പരിചയമൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്നിരുന്നാലും നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ കൂട്ടുകാരുണ്ട്, ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, പിടിയാനകളുണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും കൂടി ആന സമൂഹം അങ്ങനെ ഇവിടെ വന്ന് കരയിലെങ്ങനെ നിന്നപ്പോൾ പരിചയമില്ലാത്ത തടാകം, സ്വച്ഛ നീലിമയാർന്ന ജലം, ധാരാളം താമരയൊക്കെ ഉണ്ട്. താമര ഉണ്ടെങ്കിൽ തന്നെ അടിയിൽ ചേറുണ്ടാവുമെന്ന് കണക്കാക്കണം. വൃക്ഷങ്ങളൊക്കെ ചുറ്റിലുമുണ്ട്. വെള്ളമൊക്കെ വളരെ പരിശുദ്ധമാണ്. ഈ വൃക്ഷങ്ങളുടെ, ഔഷധ വൃക്ഷങ്ങളുടെയൊക്കെ വേരുകളിലൂടെ ഊർന്ന് വീഴുന്ന ആ വെള്ളം തന്നെ കുടിച്ചാൽ തന്നെ മതി ക്ഷീണം മാറാൻ. അങ്ങനെ കുട്ടികളും കൂട്ടുകാരും ഒക്കെ വന്ന് കരയിലെങ്ങനെ വന്നപ്പോൾ കുട്ടികൾക്കൊക്കെ ഉത്സാഹം വന്ന് പെട്ടെന്ന് എടുത്ത് ചാടില്ലേ? അതൊന്നും പാടില്ല കേട്ടോ, പരിചയമില്ലാത്ത സ്ഥലമാണ്. ഞാൻ ആദ്യം ഇറങ്ങാം, എന്നിട്ട് നിങ്ങളെ ഓരോരുത്തരായിട്ട് ഇറക്കാം, വഴുക്കൊക്കെ ഉണ്ടാവും, ശ്രദ്ധിക്കണം, ചെളിയൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ഗജേന്ദ്രൻ ആദ്യം ഇറങ്ങിയിട്ട് ആ വെള്ളത്തിനങ്ങനെ കാലൊക്കെ ഇങ്ങനെ അമർത്തി വെച്ചവിടെ നിന്നിട്ട് പറഞ്ഞു, ഇനി ഇവരൊക്കെ ഇങ്ങനെ താങ്ങുന്നെങ്കിൽ താങ്ങാൻ, മറ്റുള്ളവരെയൊക്കെ പിടിച്ചിറക്കിയെന്നാണ്. നല്ലൊരു നേതാവിൻ്റെ ലക്ഷണമാണ് കാണിച്ചത്. ഇന്നത്തെ നേതാക്കന്മാരാണെങ്കിൽ എന്താ ഉണ്ടാവുക? ആദ്യം ഈ കുട്ടികളെ, അല്ലേ, മറ്റുള്ളവരെയൊക്കെ പിടിച്ചിറക്കും, ഇവർ മുകളിൽ തന്നെ ഉണ്ടാവും. ഇവരൊക്കെ മുങ്ങിയാലും ഇവരിങ്ങനെ രക്ഷപ്പെട്ടു പോവുകയും ഇതൊന്നല്ല ഉണ്ടായതെന്നാണ് കാണിച്ചത്. ഉത്തമ നേതാവിൻ്റെ ലക്ഷണം അന്ന് കാണിച്ചു. അങ്ങനെ എല്ലാവരും ഇറങ്ങിയതിന് ശേഷം വെള്ളം കുടിക്കുക. തുമ്പിക്കൈയിലിങ്ങനെ, അല്ലേ, ഒന്ന് തുമ്പിക്കൈയിലൊന്ന് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക. എന്നിട്ട് വീണ്ടും തുമ്പിക്കൈയിൽ നിറക്കുക. എന്നിട്ട് എന്താണെന്നറിയോ? മറ്റുള്ളവരുടെ തലയിലേക്ക് ഇങ്ങനെ ഒഴിക്കുക. അവിടുന്ന് അവർ കോരിയെടുത്ത് ഇങ്ങോട്ട് ഒഴിക്കുക. ഇങ്ങനെ ജലക്രീഡ സ്വപുഷ്കരേണോധൃത ശീകരാംബുഭിർനിപായൻ സംസ്നവയൻ യഥാഗൃഹീ ധൃണീകരേണു കളഭംശദുർമദോ നാജഷ്ടകൃച്ഛ്രം കൃപണോ ജമായയാ. ഇവിടുന്ന് കഥ ഗജേന്ദ്രൻ്റെ തന്നെയാണ് പറയുന്നതെങ്കിലും ഈ കഥയുടെ ഗതി ഗജേന്ദ്രന് വേണ്ടിയിട്ട് മാത്രമുള്ള കഥയല്ല, അല്ലെങ്കിൽ ഗജേന്ദ്രൻ്റെ കഥ മാത്രമായിട്ടല്ല വർണ്ണിച്ചിരിക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ്? മൊത്തം നമ്മൾ ഓരോരുത്തരും ഈ ഗജേന്ദ്രൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനും നമുക്കനുഭവപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞു. ഈ ആനകൾ വെള്ളം കുടിച്ചും കുളിപ്പിച്ചും തിമിർത്തും കഴിഞ്ഞുകൂടുന്നു ജലക്രീഡ ചെയ്തുകൊണ്ട് തടാകത്തിൽ, കുട്ടികളും കുടുംബക്കാരും ബന്ധുക്കളൊക്കെ കൂടിയിട്ട്. ഏതുപോലെ? യഥാഗൃഹീ, ഒരു ഗൃഹസ്ഥനെ പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴെ തന്നെ ഏതോ ഒരു കാട്ടുമൃഗത്തിൻ്റെ കഥയായിട്ട് ഇതിനെ തള്ളരുത്. എന്താണ് ഗൃഹസ്ഥന്മാരെന്ന് പറഞ്ഞാൽ അറിയോ? അറിയില്ലേ? സാധാരണ കുടുംബ നാഥൻ,
പണ്ട് കാലത്ത് കുടുംബനാഥൻ എന്നാണ് പറയുക, അതുകൊണ്ട് ഗൃഹസ്ഥൻ എന്ന് പറഞ്ഞു. ഇനി ഗൃഹസ്ഥകളുണ്ടെങ്കിൽ അവർക്കിത് ബാധകമാണ്. ചില ആൾക്കാരെ മനസ്സിൽ വിചാരിക്കും അങ്ങനെയല്ലോ റേഷൻ കാർഡിലുള്ളത് അല്ലേ. റേഷൻ കാർഡ് പിന്നീട് മാറിയതാണ്, കഥ എങ്ങനെ മാറ്റാൻ പറ്റുമോ? പണ്ട് കുടുംബനാഥനായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു, ഇപ്പോഴത്തത് മാറി. ഇനി തിരിച്ചു മാറിക്കൂടായികയില്ല അടുത്ത തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും അല്ലേ. ഇതൊക്കെ അങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഇതെന്താണ് പറഞ്ഞിരിക്കുന്നത്? വളരെ കൃത്യമായിട്ടുള്ള തത്വമാണ്. എന്താ? കുടുംബത്തിൻ്റെ പരമാധികാരി അല്ലേ. അവർ കുട്ടികളോടും കുടുംബക്കാരോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും കൂടി തിന്നും കുടിച്ചും തിമിർത്തും കഴിഞ്ഞുകൂടുന്നു. അതിന് തെറ്റില്ല. പക്ഷേ വരാനിരിക്കുന്ന ആപത്തിനെ കുറിച്ച് ചിന്തിക്കാതെ തിമിർത്തു കഴിയുന്നു എന്നാണ്. അത് ആരുടെയാണോ? അല്ല, നാമൊക്കെ അല്ല, അങ്ങനെയല്ലേ? നാമൊക്കെ അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്നു. വരാനിരിക്കുന്ന ഭീമമായ ആപത്താണ് ഇത്, മരണം. അത് ഏത് വഴിക്ക് എപ്പോഴാണ് കടന്നു വരുന്നത് എന്ന് പറയാൻ പറ്റില്ല. ഏതുപോലെ ഭാഗ്യം വരുന്നു എന്ന് പറയുന്നില്ലേ നമ്മളുടെ? ഏത് സമയത്താണ് എപ്പോഴാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ വടിയിലൊക്കെ കൊണ്ടുവെക്കുന്നില്ലേ 60 രൂപ ടിക്കറ്റൊക്കെ. അതുപോലെ ഈ മരണം ഏത് വഴിക്കാണ് എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. വളരെയധികം പരിശോധിച്ചിട്ട് എക്സ്ട്രാ ആയിട്ട് ഒരു 5 കൊല്ലത്തേക്ക് വാരണ്ടി എടുക്കുന്നതിന് കുറച്ചും കൂടെ കാശ് അടച്ചാൽ മതി എന്ന് പറഞ്ഞ് അതുകൂടി അടച്ചിട്ട് സാധനം ബുക്ക് ചെയ്തിട്ട് ഒരു 3 ദിവസത്തെ താമസമുണ്ട്. പുതിയ മോഡലൊക്കെ ആകുമ്പോൾ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വണ്ടിക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. അവസാനം അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോൾ പറഞ്ഞു ഇന്നലെ രാത്രിയിൽ ആൾ പോയി എന്ന് പറഞ്ഞു. കഥ കേട്ടിട്ടില്ലേ? എന്നാൽ ഇദ്ദേഹം വരുന്നത് എന്തിനാണെന്നറിയോ? ഈ എക്സ്ട്രാ വാരണ്ടി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഈ സാധനത്തിന്, അതിനധികം അടച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഇദ്ദേഹത്തിന് എന്തില്ല, ഒരു ഇതില്ല. മനസ്സിലായോ? ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ കഥകൾ പറഞ്ഞത്. ഭഗവാൻ കൈവിട്ട് കഴിഞ്ഞാൽ ഭഗവാന്റെ കയ്യിലെ പണ്ടുകാലത്ത് ഇപ്പോഴൊന്നും തോന്നുന്നില്ല, ഈ തോൽപ്പാവ കൊണ്ടൊരു കളിയുണ്ട്. നിഴലിൻ്റെ പുറകിൽ വെച്ച് ചടങ്ങായിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ. അതിലെല്ലാം ഉണ്ടാവും. രാവണനുണ്ടാവും, രാമനുണ്ടാവും, ഹനുമാനുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അവരൊക്കെ ചലിപ്പിക്കുന്ന ആരാണെന്നറിയോ? ഇതിങ്ങനെ വിരൽ കൊണ്ട് വെച്ചിട്ട് ഇത് അങ്ങോട്ടും അങ്ങോട്ടും നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്കാവും കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ കളിക്കും, വർത്തമാനം പറയും, ലഹരില്ലേ. ഇതുപോലെ എന്താ ഭഗവാന്റെ കയ്യിലാണ് നമ്മുടെ ഈ ചരടുകൾ മുഴുവൻ കോർത്തിട്ട് നമ്മളെ ബന്ധിപ്പിച്ചിട്ടുള്ളത്. ഇതൊന്ന് വേണ്ട, ഇങ്ങനെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? ഭഗവാൻ ഇതിങ്ങനെ അങ്ങ് ചുരുട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം നിശ്ചലമായി. ഈ നൂലൊക്കെ അങ്ങ് പൊട്ടിച്ചിട്ട് എൻ്റെ വിളിക്ക് ഞാൻ പോകുന്നു പറഞ്ഞാൽ എല്ലാം തീർന്നില്ലേ? ഇതുപോലെ മാത്രമേ ഉള്ളൂ സൂത്രേ മണികണായിവ. ഭഗവാൻ കൈവിടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഗജേന്ദ്രൻ്റെ അവസ്ഥയും അതിലേക്ക് കടക്കുകയാണ്. വെള്ളമൊക്കെ കുളിച്ചു തിമിർത്തു, ശരീരം മുഴുവനും. ആപത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല കേട്ടോ. ഗൃഹനാഥന് തീരെ ചിന്തയില്ല. ഇവരൊക്കെ കുളിപ്പിക്കുക ഇതൊക്കെ ചിന്തയുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും പിന്നെ മതിയെങ്കിലും കയറിക്കോളൂ എന്ന് പറഞ്ഞു. കയറുമ്പോഴെന്താ പറഞ്ഞു എന്നറിയോ? ഉത്തമ നേതാവിൻ്റെ ഗുണം അവിടെയും കാണിച്ചു. നിങ്ങൾക്ക് കയറിയിട്ട് ഞാൻ കയറുന്നുള്ളൂ, ഞാനിവിടെ കാല് വച്ചേക്കാൻ വേണം, പോയി ചവിട്ടി കയറിക്കോളൂ എന്ന് പറഞ്ഞു. ഓരോരുത്തരെയായിട്ട് അങ്ങനെ പിടിച്ച് കയറ്റി. വല്ല വിഷമമുണ്ട്, കാലിൻ്റെ വേദന ഉണ്ട്, മുട്ടിന് എന്നൊക്കെ പറഞ്ഞാൽ ഒരു തള്ളൊക്കെ കൊടുത്തു. കയറിക്കൊള്ളു കേട്ടോ. എല്ലാവരും കയറി ഇവിടെ നിന്നോളൂ. ഇത് ഒരുമിച്ചല്ലേ വന്നത്, ഒരുമിച്ചൊക്കെ പോവാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ടേ അവിടെ നിന്ന് നിൽക്കുകയാണ് എല്ലാവരും. ഗജേന്ദ്രനും കയറാനായിട്ട് ഭാവിച്ചപ്പോഴാണ് കാല് ചേറിൽ പോണ്ടിരിക്കുന്നു, വലിച്ചിട്ട് കിട്ടുന്നില്ല. ഒന്ന് കുടഞ്ഞു നോക്കി, കുടയാൻ പറ്റുന്നില്ല. അപ്പോഴാണ് എന്തോ ഒരു അട്ട കടിച്ചു, ഈ ചെളിയിൽ നിന്ന് അങ്ങനെ എന്തോ വെള്ളത്തിൽ നിന്ന് കടിച്ചു എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒന്നും കൂടെ കുടഞ്ഞു നോക്കുമ്പോൾ അത് ആരോ പിടിച്ചിട്ട് താഴോട്ട് വലിക്കുകയാണെന്ന് തോന്നി. സൂക്ഷ്മമായിട്ടൊന്ന് പരിശോധിച്ചപ്പോൾ ഒരു കാര്യം ബുദ്ധിയായി. തൻ്റെ കാലിൽ പിടിച്ചിരിക്കുന്നത് വലിയൊരു മുതലയാണ്, കോർത്ത് പിടിച്ചിരിക്കുകയാണ്. എൻ്റെ രക്തം ഇങ്ങനെ വാർന്ന് ഒഴുകുകയാണ്. ഒഴുകുന്ന തരത്തിലേക്ക് ആ മുതലയുടെ വായിലേക്ക്, ഉള്ളിലേക്ക്. ഇവിടെ ഓരോ നിമിഷം കഴിയുമ്പോഴും പ്രതിസന്ധിയാണ്. തുടങ്ങിക്കഴിഞ്ഞു, പിടിച്ചു വലിക്കുകയാണ്, വെള്ളത്തിലേക്ക് മുക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഈ ആനയ്ക്കുണ്ടല്ലോ, ശക്തിയുണ്ടല്ലോ. അതുകൊണ്ട് ഈ ആന കരയിലേക്ക് എങ്ങനെയെങ്കിലും ഈ മുതലയൊന്ന് പിടിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മുകളിലുള്ളവർ ചോദിക്കുന്നത് എന്താ വരാത്തത്, എന്താ കയറാത്തതെന്ന് ചോദിച്ചു. അല്ല, ഞാൻ കയറിക്കോളാമെന്ന് പറഞ്ഞു. അഭിമാനം കൊണ്ട് ഇത് പറയാനും പറ്റില്ലല്ലോ.
മുതലേ പിടിച്ചു എന്നെന്ന് പറയാൻ പറ്റും ഇത്രയും കേമന്മാർക്കൊക്കെ. അതുകൊണ്ട് പറയിക്കാതെ അങ്ങനെ കഴിഞ്ഞുകൂടി വീണ്ടും വലിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഈ സമയത്തൊക്കെ ഗജേന്ദ്രൻ എന്ത് ചെയ്യുന്നു അറിയോ? തൻ്റെ സർവശക്തിയും ഉപയോഗിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പിടിവിടുന്നില്ല. പിടിവിട്ടാൽ ഇത്തിരി അയഞ്ഞു കൊടുത്താൽ മുതലിൽ വലിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇദ്ദേഹവും മുതലയും തമ്മിൽ പിടിവലിയാണ് കേട്ടോ. ഈ കമ്പവലി എന്നൊക്കെ പറയുന്ന സമ്പ്രദായമുണ്ട്, അതുപോലെയാണ്. ഇപ്പോഴുള്ളവർ ഇങ്ങോട്ട് വലിക്കും, അങ്ങോട്ട് വലിക്കും. അങ്ങനെ അങ്ങനെ ആ ബലത്തിൽ നിൽക്കുക, ബലാബലം അങ്ങനെ നിൽക്കുകയാണ്. ഗജേന്ദ്രന് തോന്നി ഇതെന്തോ കാര്യമായിട്ട് തന്നെയാണല്ലോ പിടിച്ചത്, കാല് കിട്ടുന്നില്ലല്ലോ. അപ്പോഴാണ് മറ്റുള്ളവർ പറഞ്ഞു, തുമ്പിക്കൈയൊന്ന് ഇങ്ങോട്ട് തട്ടിക്കോളൂ, ഞങ്ങൾ സഹായിക്കാറുള്ളൂ. അപ്പോഴും സുഹൃത്തുക്കളൊക്കെ വലിയ വലിയ കേമന്മാരല്ലേ, കൊമ്പൊക്കെ ഉള്ളവരുണ്ടല്ലോ, അവരൊക്കെ വന്നു സഹായിച്ചു, പിടിച്ചു വലിച്ചു. അനങ്ങുന്നില്ല, ഞങ്ങൾ എല്ലാവരും നോക്കട്ടെ എന്ന് പറഞ്ഞു. മറ്റുള്ളവരും കൂടി, സുഹൃത്തുക്കളും ബന്ധുക്കളും കുട്ടികളും എല്ലാ ആനകളും കൂടിയിട്ട് ഇങ്ങനെ മാറി മാറി വലിച്ചു നോക്കി. എന്നിട്ടൊന്നും എന്ത് ചെയ്തില്ല, ഒരു ഇഞ്ച് പോലും മേൽപോട്ടേക്ക് എത്തിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, എന്താ സംഭവിക്കുന്നതറിയോ? നിമിഷം കഴിയുന്നതിനനുസരിച്ച് താഴോട്ട് ആഴ്ന്നു പോവുകയാണ്. ആനയ്ക്ക് വെള്ളത്തിൽ പൊതുവെ ശക്തി കുറവാണ്. രക്തം വാർന്നൊഴുകുമ്പോൾ വീണ്ടും ശക്തി കുറയുന്നു. വെള്ളത്തിൽ മുതലയ്ക്ക് ശക്തി കൂടുതലാണ്. രക്തം പാനം ചെയ്ത് വീണ്ടും ശക്തി കൂടി എന്ന് പറയുമ്പോൾ ആനയുടെ ശക്തി തീരെ ഇങ്ങനെ കുറഞ്ഞു വരുന്നു. ഈ കരയിലുള്ളവരുടെ അവസ്ഥ എന്താണെന്നറിയോ? അവരിങ്ങനെ ഒരുപാട് ഈ എന്തെങ്കിലും കിട്ടുന്ന സമയത്താണ് ഇങ്ങനെ നിൽക്കുന്നത്. കൂടെ രാവിലെ വരികയും വൈകുന്നേരം വരെ നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. ഒന്നും കിട്ടാനില്ലെങ്കിൽ ആൾക്കാരുണ്ടാവുമോ? സ്ഥാനവും പോയി, അധികാരവും പോയി, ഇല്ലേ? ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരും തിരക്കൊക്കെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ ഏതായി എന്നാണ് പറഞ്ഞതേ. കാരണം ഈ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ള ആനകളുണ്ടല്ലോ, അവരൊക്കെ ഗജേന്ദ്രനെ ഉപേക്ഷിച്ചു പോയി എന്നാണ്. കാരണം ഇദ്ദേഹം ഇനി രക്ഷപ്പെടും തോന്നില്ല, ഇദ്ദേഹത്തിൽ നിന്ന് നമുക്കൊരു പനമ്പട്ട കിട്ടുമെന്ന് തോന്നില്ല എന്ന് തോന്നിയതോടുകൂടി എന്തായി? സുഹൃത്തുക്കളും ബന്ധുക്കളും പിടിയാനകളും കുട്ടികളൊക്കെ ക്രമേണ പോയി എന്നാണ് ഇവിടെ പറയുന്നത്. ആദ്യമാരൊക്കെ ഉണ്ടാവുമെന്നറിയാം, ആ സുഹൃത്തുക്കളും മറ്റുള്ളവരൊക്കെ പോയി, പിന്നെ ബന്ധുക്കളൊക്കെ പോയി. ഇത് കഴിഞ്ഞപ്പോൾ ബാക്കിയായതാരൊക്കെയാണെന്ന് പറയാം, കുറച്ച് കുട്ടികളും പിടിയാനകളും ബാക്കിയുണ്ട്, കുടുംബക്കാർ, സ്വന്തം എന്ന് വിചാരിച്ചവർ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ പിടിയാന കുറേ ഉണ്ടാവുമല്ലോ, ആ പിടിയാനകൾ പറഞ്ഞു, ഞങ്ങൾ പോയിട്ട് പനമ്പട്ടി എന്തെങ്കിലും കൊണ്ടുവരാൻ, നിങ്ങൾ പട്ടിണി കിടക്കുകയല്ലേ ചെയ്തിട്ട്. കുട്ടികളെയും കൂട്ടിയിട്ട് അവരും പോയി. ആദ്യം കുട്ടികൾ പോയി എന്ന് പറയും. ഏതായാലും എല്ലാവരും സ്ഥലം വിട്ടു, തീരം ശൂന്യമായി. അപ്പോഴൊരു കാര്യം ബോധ്യമായി. എന്താണ്? ഈ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാരുണ്ടാവുള്ളൂ. സുഖത്തിലുണ്ടാം സഹിമാരനേകം, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല. ഖഗങ്ങൾ മാവിൽ പെരുകും വസന്തേ, പരാശരത്തിങ്കലവ ഒന്നുപോലും. സുഖത്തിൽ, സമ്പത്തിൽ, അധികാരത്തിൽ ബന്ധുക്കളും ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇതൊന്നും ഇല്ലാത്തൊരു ഘട്ടം വരുമ്പോൾ ഇവരാരും ഉണ്ടാവില്ല, കേമത്വങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ മതി. ഇത് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കി ഗജേന്ദ്രമോക്ഷമൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് പാകപ്പെടുത്താൻ പറ്റും, അല്ലേ? ധാരാളം എന്താണ്, മാവിൽ ധാരാളം മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അണ്ണാറക്കണ്ണനും മറ്റുള്ളവരും ഒക്കെ വന്ന് സജീവമായിരിക്കും. പക്ഷികളും താഴെ പട്ടികളും കുട്ടികളൊക്കെ ആയിട്ട് സജീവമായിരിക്കും. മാങ്ങയൊന്നും ഇല്ലെങ്കിലോ മാവിനെ കുറിച്ച് ഓർമ്മ ഉണ്ടാവില്ല. ഈ വർഷം മാവിനെ കുറിച്ച് ഓർമ്മിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്നതുകൊണ്ടൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ വല്ല പൂത്ത് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മാവിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നത് പോലെയാണ്. ഈ കേമത്വം ഒക്കെ ഇല്ലാതാവുമ്പോൾ ആർക്കും വേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. ഗജേന്ദ്രനും ആ ഒരവസ്ഥയിലേക്ക് എത്തി. തീരം ശൂന്യമായി. എല്ലാവരും ഗജേന്ദ്രനെ ഉപേക്ഷിച്ചു, ഒറ്റയ്ക്കായി. ഈ പ്രതിസന്ധിയിൽപ്പെട്ടു. ഇനി രക്ഷപ്പെടാനുള്ള അവസരങ്ങളൊന്നുമില്ലാതെ കഴുത്തുപോലും വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്ന തരത്തിൽ ഇത്രയും പ്രഭാവശാലിയായ ഗജേന്ദ്രനത ആഴ്ന്നു പോകുന്നു മുതലയുടെ പ്രഭാവം കൊണ്ട്. മുൻപെന്താ വിചാരിച്ചത്? ഈ കാട്ടിൽ എന്നെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന അഹംഭാവത്തോടെ ചിന്തിച്ചു കൊണ്ടിരുന്ന ആ ഗജേന്ദ്രൻ ഇപ്പോൾ പറയുന്ന എന്താണ് മനസ്സിൽ? ആര് വിചാരിച്ചാലും എന്നെ രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. ഇതാണ് ഗജേന്ദ്രൻ്റെ പ്രതിസന്ധി എന്ന് പറയുന്നത്. ആരോരുമില്ലാത്ത
ഒരവസ്ഥയിൽ തനിക്ക് കേമത്വമുള്ളപ്പോഴും ഒപ്പമുണ്ടായിരുന്നവരൊന്നും ശരീരം കളത്രം സുഖം ബന്ധുവർഗം വയസ്യം ധനം സത്മഭൃത്യം ഭുവഞ്ച സമസ്തം പരിത്യജ്യ കഷ്ടമേകോ ഗമിഷ്യാമി ദുഃഖേന ദൂരം കിലാഹം. ശരീരം, ഈ ശരീരത്തിന് വേണ്ടിയിട്ടാണല്ലോ ഒരുപാട് പരിശ്രമിക്കുന്നത്. ആ ശരീരം ദേഹത്തെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ആ ജീവനെ എന്തുപേക്ഷിച്ചു? ശരീരം ഉപേക്ഷിച്ചു. പറഞ്ഞതുപോലെ കേൾക്കുന്നില്ല എന്ന് പറയാറില്ല. നമ്മൾ ശരീരം പറഞ്ഞതുപോലെ കേൾക്കുന്നില്ല. ഞാനിങ്ങനെ കാലിങ്ങനെ വെച്ചെന്നൊക്കെ തോന്നും, പക്ഷേ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ പോകാത്തതെന്നൊക്കെ പറയുന്നില്ലേ. അതാണ് അവസ്ഥ. ശരീരം പറഞ്ഞതുപോലെ കേൾക്കാതായി. കളത്രം സുതം ബന്ധുവർഗം, എന്തൊക്കെയാണോ തൻ്റേതെന്ന് വിചാരിച്ചത് അവർ മുഴുവൻ ഇദ്ദേഹത്തെ ഉപേക്ഷിക്കുന്ന സമയത്ത് ഇദ്ദേഹം അവരെ ഉപേക്ഷിക്കണ്ടേ? അങ്ങനെ ഉപേക്ഷിച്ച് ഏകോഗമിഷ്യാമി ദുഃഖേന ദൂരം ഗിലാഹം, ഒറ്റയ്ക്ക് തന്നെ ദുഃഖത്തോടുകൂടി പോകേണ്ടുന്ന അവസ്ഥ. അങ്ങനെ ഒരു ഘട്ടം എല്ലാവർക്കും ഭയങ്കരം. നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടുകാരൊക്കെയും വിട്ടുപിരിയുന്നൊരാ ദുഃഖവേളയിൽ തെല്ലുമേ മേധസ്സും മാംസവുമില്ലാതെ കണ്ടാലൊരു തനി പ്രേതം കണക്കവേ നീണ്ടു നിവർന്നു കിടക്കുന്ന വേളയിൽ നാവ് കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടേണമേ നാരായണ ഹരേ. അന്ത്യനിമിഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കണ്ണിനടുത്ത് വരെ വെള്ളം ഇങ്ങനെ വന്നു നിറഞ്ഞു. കണ്ണുനീര് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആരോരുമില്ല. കേമത്വങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അന്ത്യനിമിഷത്തിൽ ഈ കേമത്വങ്ങളൊന്നും നമുക്ക് പ്രയോജനപ്പെടുന്നില്ല. നേരത്തെ പറഞ്ഞത് എന്തൊക്കെയാണോ തൻ്റേതെന്ന് അഭിമാനിച്ചത് അതൊക്കെ പോയി. ഭാര്യയോ ഭർത്താവോ മക്കളോ സമ്പത്തോ ധീരപരാക്രമ ഭാവങ്ങളോ അന്തകേലെത്തുമ്പോൾ ജീവനെ രക്ഷിക്കാൻ അന്ത്യത്തിലെത്തില്ല തീർച്ച തന്നെ. അന്ത്യനിമിഷത്തിൽ ഇതൊന്നും ഉണ്ടാവുന്നില്ല, ആർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എന്തുണ്ടാവുമെന്നറിയോ? ഒപ്പം പോകാനായിട്ട് സുഹൃതം ദുഷ്കൃതം ജൈവ ഗച്ഛന്തമനുഗച്ഛതി. ഈ പിന്തുടരാൻ എന്തേ ഉണ്ടാവുള്ളൂ? അത് പ്രമാണത്തിലൊക്കെ പറയാറുണ്ടല്ലേ, മഹാത്മാക്കളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ശ്മശാനയും മിത്രബാന്ധവാഹ അല്ലെ, ബന്ധുക്കൾ കുടുംബക്കാർ ആ വീട്ടിനുള്ളിൽ മാത്രമേ, പരിവരെ അങ്ങനെ ഒരു കണക്കുണ്ട് അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ബന്ധുക്കളാണ് ശ്മശാനം വരെ പിന്തുടരുന്ന ആൾക്കാരുണ്ടാവും. അവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ എന്തേ ഉണ്ടാവുള്ളൂ? സുഹൃതം ദുഷ്കൃതം ജൈവ ഗച്ഛന്തമനുഗച്ഛതി. ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റൊന്നുമില്ല എന്നുള്ള ബോധത്തിലേക്കെത്തി എനിക്ക് രക്ഷയില്ല. ഇത്തം ഗജേന്ദ്രസയതാപസങ്കടം പ്രാണസ്യ ദേഹി വിവശോ യദൃച്ഛയാ അപാരേന ആത്മവിമോക്ഷണേ ചിരം ദധ്യാവിമാം ബുദ്ധിം അഥാഭ്യപദ്യത. ഞാൻ മുതലയാകുന്ന പാശത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി എനിക്കൊരു രക്ഷയില്ല, ആര് വിചാരിച്ചാലും സാധിക്കില്ല എന്നുള്ള ഉറപ്പുണ്ടായി. പക്ഷേ ഇദ്ദേഹത്തിന് ഒരു പ്രഭാവം ഉണ്ടായി. ഇത് കുറെ കാലങ്ങളോളം ഇങ്ങനെ നിന്നു എന്നാണ് പറയുന്നത്. അത് എല്ലാവർക്കും പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഇല്ല. ത്വൽസേവായ വൈഭവൽ ദുർനിരോധം യുദ്ധ്യന്തം വത്സരാണാം സഹസ്രം പ്രാപ്തേ കാലേ ത്വൽപദൈകാഗ്രസിദ്ധി നക്രാക്രാന്തം ഹസ്തിവന്യം വ്യഥാസ്ത്വം. നാരായണീയത്തിലൊരു ശ്ലോകത്തിൽ അങ്ങനെയാണ് ചുരുക്കിയിരിക്കുന്നത്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചതെന്നറിയോ? ഭഗവാനെ സേവിച്ചതിൻ്റെ ഫലം, ഭഗവാനെ ആശ്രയിച്ചതിൻ്റെ ഫലം. ഭഗവാനെ നമ്മൾ ആശ്രയിക്കുകയും
സേവിക്കുകയും സൽക്കർമ്മങ്ങളിലൂടെ ഭഗവാനുമായിട്ട് അടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നമുക്ക് എപ്പോഴും കിട്ടും? അന്ത്യനിമിഷത്തിൽ കിട്ടും. അപ്പോഴും കിട്ടുന്നുണ്ടെങ്കിലേ കാര്യമുള്ളൂ, അല്ലേ? എപ്പോഴാണ് കിട്ടേണ്ടത്? നമുക്ക് അന്ത്യനിമിഷം. നമ്മൾ കുറേ അല്ലേ പണ്ടേ പറയാറുണ്ട്, നമുക്ക് കഴിവുള്ള സമയത്ത് സമ്പാദ്യമൊക്കെ ചെയ്താൽ ആപത്ത് കാലത്ത് കാപ്പത്ത് തിന്നാന്നല്ലേ. തൈ വെക്കേണ്ട സമയം എപ്പോഴാണ്? കഴിവുള്ള സമയത്ത് അല്ലേ, സമ്പത്തുള്ള സമയത്താണ്. പക്ഷെ ആപത്തുള്ള സമയത്ത് ഇതിൻ്റെ ഫലം കിട്ടണം. അതാണ് ആവശ്യമുള്ളപ്പോൾ കാക്കുവാനാകുന്ന ദൈവത്തെ വാഴ്ത്തിയൊഞ്ഞാനേ ധന്യൻ. ആവശ്യമുള്ളപ്പോൾ നമ്മളെ രക്ഷിക്കണം. ആര്? ഭഗവാൻ വന്നിട്ട്. അത് ആ സമയത്ത് മാത്രം വിചാരിച്ചാൽ മതിയോ? പോരാ. അഭ്യാസേന തുകൗന്ദയ എന്നാണ് പാർത്ഥസാരഥി പറയുക. അഭ്യാസത്തിലൂടെ, നിരന്തരമായിട്ടുള്ള ഉപാസനയിലൂടെ അത് ഉറപ്പിച്ചു വെക്കണം. ഈ വിജയേന്ദ്രൻ ഇപ്പോഴെന്താ തോന്നിയെന്നറിയോ? ആ ഭാഗ്യം ഉണ്ടായി. വിജയേന്ദ്രന് പൂർവ്വജന്മസ്മൃതി ഉണ്ടായി. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവില്ല. പൂർവ്വജന്മത്തിൽ ജപിച്ച മന്ത്രങ്ങൾക്ക് ഓർമ്മ വന്നു എന്നാണ് അദ്ദേഹത്തിന് ബുദ്ധിയായി. എന്നെ ഉദ്ധരിക്കാൻ, എന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് തിരിച്ചറിയണം. നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു തിരിച്ചറിവ് വേണം. അതിനു വേണ്ടിയിട്ടാണ് സഹസ്രനാമം ജപിക്കണമെന്ന് പറഞ്ഞത്. അതിനു വേണ്ടിയിട്ടാണ് ഭാഗവതം വായിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നാരായണം വായിക്കുന്നത്, പഠിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ എന്തോ ഒരു പ്രോഗ്രാം നടത്താൻ വേണ്ടിയിട്ടല്ല. അത് ഇപ്പോഴും കലാപരിപാടി പോലെയാണ് പല സ്ഥലത്തും, അല്ലേ? തിരുവാതിരക്കളി പോലെയായിട്ടുണ്ട്. നാരായണീയം പാരായണം എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? ഇതിൻ്റെ ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളാതെ, സാരാംശാരത്തെ ഉൾക്കൊള്ളാതെ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടും കാര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് എന്താണ് ഉണ്ടാവേണ്ടത്? അത് ഉണ്ടാവണം നമുക്ക്. അല്ലാത്ത കേമത്വങ്ങളൊന്നും കൊണ്ട് കാര്യമില്ല. അദ്ദേഹത്തിന് ഗജേന്ദ്രന് പ്രാഗിജന്മന്യനുശിക്ഷിതം പാർത്ഥസാരഥി പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നു. ഉദ്ധരേത് ആത്മനാത്മാനം. നമുക്കാണത് ഓർമ്മ വരേണ്ടത്. ഇതൊക്കെ അതിന് മുമ്പുള്ള കഥയാണ്. സ്വന്തം ഉദ്ധരിക്കാൻ നമ്മൾ എന്തെങ്കിലും നമ്മൾ വഴി കണ്ടെത്തണം. അതെന്തൊക്കെയാണോ? ഇദ്ദേഹത്തിന് അത് ഓർമ്മ വന്നു. മുമ്പ് ഇദ്ദേഹം നാമം ജപിക്കുകയായിരുന്നു ധാരാളം. സഹസ്രനാമം ജപിക്കും. സാധാരണ എത്രയാ സഹസ്രനാമം ജപിക്കാൻ ചോദിക്കേണ്ട ആവശ്യമില്ല. എത്രയാണ്? ഒരു 100 അല്ലേ സഹസ്രനാമം ജപിക്കുക. പിന്നെ ജപിക്കുമോ? ഇന്നത്തെ കഴിഞ്ഞു, ഇനി നാളെ എങ്ങനെയല്ലേ പറയുക നമ്മൾ? എന്നാൽ ഇദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല. ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കും. ഒന്ന് കഴിഞ്ഞ് അടുത്തത്, ഒന്ന് കഴിഞ്ഞ് അടുത്തത്, ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും. സമയം വേറെ ഒന്നുമില്ലെങ്കിൽ ഇത് ജപിച്ചുകൊണ്ടിരുന്നാൽ പോലെ. അങ്ങനെ സഹസ്രനാമം ജപിക്കുക, നാരായണനാമം ജപിക്കുക. നാമത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു ഗുരുനാഥൻ അഗസ്ത്യ മഹർഷി മുൻജന്മത്തിൽ. അങ്ങനെ ആ നാമങ്ങളൊക്കെ നിരന്തരം ജപിച്ചതിൻ്റെ ഫലം ഇപ്പോഴത്തേക്കത്തിന് എന്താ കിട്ടിയെന്നറിയോ? ആ പഴയ കാര്യങ്ങൾക്ക് ഓർമ്മ വന്നു. പ്രാഗ്ജന്മന്യനുശിക്ഷിതം. ആ സമയത്ത് അന്നത്തെ സ്തുതികൾക്ക് ഓർമ്മ വന്നു. ഇവിടെയാണ് പരബ്രഹ്മത്തെ സ്തുതിക്കുന്ന രംഗം. ഓം നമോ ഭഗവതേ തസ്മൈയതയേതച്ഛിതാത്മകം പുരുഷായാദിബീജായ പരേശായാഭിധീമഹി യസ്മിന്നിദം യതശ്ചേദം യേനേദം യൈദം സ്വയം യോസ്മാൽ പരസ്മാച്ച പരസ്തം പ്രപദ്യേ സ്വയം ഭുവം. വലിയ പ്രാർത്ഥനകളാണ്. എവിടെയും പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനയ്ക്ക് അങ്ങനെയുണ്ട് കേട്ടോ. ഇത് മഹാദേവന്റെ സമീപത്ത് ചെന്നാലും പ്രാർത്ഥിക്കാം. ബ്രഹ്മപ്രാർത്ഥനയാണ്. ബ്രഹ്മത്തിന് രൂപമോ നിറമോ ഗുണമൊന്നുമില്ലല്ലോ. എവിടെയാവോ? ഉണ്ണിക്കണ്ണൻ്റെ സമീപത്താവോ, ഗുരുവായൂരപ്പൻ്റെ അടുത്ത്, ദേവിയുടെ അടുത്ത്, ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ പ്രാർത്ഥിക്കുമ്പോഴാണ് പരബ്രഹ്മത്തെ ഒരു സഗുണ രൂപത്തിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിർഗുണ സ്തുതിയാണ് ഓരോന്നും. അത് ഒടുവിൽ മനസ്സിലാവും. ആദ്യം പ്രാർത്ഥിച്ചതിന് വേണ്ടിയിട്ടെന്നറിയോ? തൻ്റെ ഈ പിടിച്ച പിടിയുണ്ടല്ലോ, മുതലയുടെ പിടിയിൽ നിന്ന് എന്നെ ഒന്ന് മോചിപ്പിക്കണേ എന്ന് വിചാരിച്ചിട്ടാണ് പ്രാർത്ഥിച്ചത്. എന്നെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ആനയാകുന്ന എന്നെ എന്നാണ്. ഞാൻ എന്ന് നമ്മളൊക്കെ ഭാവിക്കുന്ന ഞാനാണ്. പക്ഷെ പ്രാർത്ഥനകളുടെ ശക്തിപ്രഭാവം കൂടി വന്നപ്പോൾ ഞാനെന്ന് പറഞ്ഞപ്പോൾ ശരീരമല്ലാതായി. എന്താണ് ഞാൻ? എൻ്റെ ഉള്ളിലുള്ള ചൈതന്യമാണ്, ജീവാത്മാവാണ്. അപ്പോൾ രക്ഷിക്കേണ്ടത് ആരെയാണ്? ഈ ശരീരത്തെ അല്ല, ആനയെ രക്ഷിക്കണം എന്നുള്ള ചിന്ത ആനയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് പോയി. എൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തെ അവിടുത്തെ പാതാളത്തിൽ എത്തിക്കണേ എന്നുള്ള പ്രാർത്ഥനയായി. അതെങ്ങനെയാണ്? ഏകാന്തിനോ യസ്യ നഗഞ്ജനാർത്ഥം വാഞ്ചന്തിയേ വൈ ഭഗവത്
പ്രപന്നാഃ അത്യത്ഭുതം തച്ചരിതം സുമംഗളം ഗായന്ത ആനന്ദ സമുദ്രമഗ്നാഃ. ഏകാന്തത്തിൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ മംഗളകരങ്ങളും അത്യത്ഭുതങ്ങളുമായ സച്ചരിതത്തെ പാടിക്കൊണ്ട് ആനന്ദസാഗരത്തിൽ ആറാടി ജന്മം സഫലമാക്കുന്ന ഏകാന്ത ഭക്തന്മാരുടെ പദത്തിലേക്ക് അടിയനെ ഉയർത്തേണമേ എന്നുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത്. ഇനിതാ ഓരോന്നും ബ്രഹ്മപ്രാർത്ഥനയാണ്. അവിടുന്നാണ് സർവ്വതും. ഈ പ്രപഞ്ചത്തിൽ കാണുന്നതൊക്കെ ആരാണ്? ബ്രഹ്മമാണ്. സർവം ബ്രഹ്മമയം ജഗൽ. കാണുന്നതൊക്കെ എന്താണ്? ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മമില്ലെങ്കിൽ മറ്റൊന്നുമില്ല എന്നുള്ള ആ ഭാവത്തിലേക്ക് എത്തി. എന്നാൽ ഈ ബ്രഹ്മത്തിന് രൂപമുണ്ടോ? കാണുന്നതൊക്കെ ബ്രഹ്മമാണല്ലേ, ഈ കാണുന്നതൊക്കെ ബ്രഹ്മമാണ്. പക്ഷെ രൂപത്തിനും നിറത്തിനും മണത്തിനും അപ്പുറത്തുള്ള നിറഞ്ഞ ആനന്ദം കൊണ്ടും അറിവ് കൊണ്ടും ബോധ്യപ്പെടുന്ന സാന്ദ്ര ആനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം. ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാലും വേദങ്ങൾ അനേകായിരം സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിച്ചാലും അസ്പഷ്ടം. അങ്ങനെയുള്ള ബ്രഹ്മം രൂപത്തിനും നിറത്തിനും ന സ്ത്രീ ന ഷണ്ടോ ന പുമാൻ ന ജന്തു, അങ്ങനെയുള്ള ആ ബ്രഹ്മത്തെ വിശേഷപ്പെട്ട സ്തോത്രങ്ങൾ കൊണ്ട് ഗജേന്ദ്രൻ സ്തുതിച്ചു. കണ്ണുതാടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ണിനുള്ള ശേഷിയൊക്കെ നഷ്ടപ്പെട്ടു, കൺപോളകൾ അടയുന്നു എന്ന് പറഞ്ഞാൽ ഇനി ഇങ്ങോട്ട് തിരിച്ചില്ലാത്ത അവസ്ഥയിൽ വെള്ളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് അല്ലേ? വെള്ളത്തിലാണുള്ളത്. കണ്ണ് വരെ വെള്ളത്തിലേക്ക് മുങ്ങിയിട്ടുണ്ട്. കണ്ണ് കൂടി അടയുന്ന സമയത്തൊക്കെ അല്പം മുന്ന് പൊക്കി വെച്ചിട്ടുള്ളത് ഈ തുമ്പിക്കൈ മാത്രമാണ് പിടിച്ചു നിർത്താൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള അവസാന നിമിഷത്തിൽ ഇദ്ദേഹത്തിൻ്റെ ചിഹ്നം വിളിക്ക് ശക്തിയില്ലാതായി. ഈ സ്തുതിക്ക് എങ്ങനെയായിരുന്നു മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ? ആനയുടെ ചിഹ്നം വിളിയായിട്ടേ തോന്നുള്ളൂ. ശക്തിയില്ലാതായി. ഇനി എനിക്ക് വാഴ്ത്താൻ വയ്യാ, വളർത്തി ഉണർത്തിയിടുവാൻ. ഗുരുവായൂരപ്പനെ ഭജിക്കാനുള്ള ശേഷിയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. ഈ സമയത്ത് എല്ലാം കഴിഞ്ഞു എന്ന് പ്രതീക്ഷിച്ചപ്പോഴാണ് ബ്രഹ്മാദിദേവന്മാരൊക്കെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യോ? അവർ പറയുന്നു, കുറേ മുൻപെയാണ് ഞങ്ങൾ പോയാൽ രക്ഷപ്പെടുത്തായിരുന്നു, ഇപ്പോഴും ഞങ്ങൾ പോയാലും രക്ഷപ്പെടുത്താൻ പറ്റാത്ത ഒരവസ്ഥയിലാണെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാളിതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭഗവാന്റെ വാക്കെന്താണ്? നമേ ഭക്ത പ്രണശ്യതി. ഇദ്ദേഹത്തിൽ എന്തെങ്കിലും ഭാവങ്ങൾ ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഇപ്പോഴും തീർന്നു. ഇനി ഒന്ന് മാത്രമേ ഉള്ളൂ. ശരീരത്തിന് ശേഷിയില്ല, ബന്ധുക്കളില്ല, ആളുകളില്ല, കേമത്വമില്ല, ബുദ്ധിശക്തി എല്ലാം നഷ്ടപ്പെട്ടു. അതൊന്നും വേണ്ട. പക്ഷെ ഇപ്പോഴുണ്ട് ആ നിറ കണ്ണുകളോട് കൂടിയിട്ട് ഭഗവാനെ സ്തുതിക്കുന്ന ഭക്തി മാത്രം ഹൃദയത്തിലുണ്ട്. അതേ ഞാൻ നോക്കാറുള്ളൂ. എൻ്റെ ഭക്തനൊരിക്കലും നശിക്കില്ല എന്നുള്ള ഭാവത്തിൽ ആ സ്തോത്രം കേട്ട് കഴിഞ്ഞാൽ ഏറ്റവും വലിയ വഴിപാടെന്താണെന്നറിയോ? സ്തോത്രങ്ങളാണ്. സ്തവ്യസ്തവ പ്രിയ സ്തോത്ര സ്തുതിസ്തോതാരണ പ്രിയ പൂർണ്ണപൂരൈതാ പുണ്യ പുണ്യകീർത്തിരനാമയ. ഈ സ്തോത്രങ്ങളൊക്കെ കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ വിചാരിച്ചതെന്താണെന്നറിയോ? ഇനി ഞാനിങ്ങനെ മെല്ലെ കളിച്ചാൽ അദ്ദേഹത്തിൻ്റെ കഥ തീരും, പിന്നെന്താ പറഞ്ഞിട്ട് കാര്യം? ഒട്ടും വൈകരുതെന്ന് വിചാരിച്ചുകൊണ്ടാണ് വൈകുണ്ഠത്തിന് ദൂരം അധികമില്ല എന്ന് ബോധ്യപ്പെടുന്ന രംഗമായപ്പോഴും ഗരുഡാരൂഢനായിട്ട് താക്ഷ്യാരൂഢ പ്രേക്ഷിതോ ഭൂപുരസ്ഥൽ ഏവം ഗജേന്ദ്രമുപവർണിത നിർവിശേഷം ബ്രഹ്മാദയോ വിവിധലിംഗപിതാഭിമാനാ നൈതേതോപസതുർനിഖിലാത്മകത്വൽ തത്രാഖില അമരമയോ ഹരി ആവിരാസിൽ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 താക്ഷ്യാരൂഢ പ്രേക്ഷിതോ ഭൂപുരസ്ഥൽ. ഈ സമയത്ത് ഗരുഡാരൂഢനായിട്ട് ആദ്യം മുകളിലാണ് കണ്ടത്. അങ്ങനെ താഴോട്ട് ഇങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹം കരയിലേക്ക് കയറാൻ ഭാവിച്ചിട്ടാണല്ലോ ഉള്ളത് അല്ലേ? അവിടെയാണ് മുങ്ങിക്കൊണ്ടിരിക്കുന്നത്. തലയുടെ അല്പഭാഗം മാത്രമേ ഉള്ളൂ. തുമ്പിക്കൈ ഇങ്ങനെ കഷ്ടപ്പെട്ട് വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണ്.
അങ്ങനെയുള്ള ഗജേന്ദ്രൻ്റെ മുന്നിൽ കുറച്ച് മുകളിലായിട്ട് വന്നപ്പോഴാണ് ഭഗവാൻ അനുഗ്രഹം കൊടുത്തു. സച്ചിദാനന്ദ സ്വരൂപനായ ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായതോടുകൂടി അടഞ്ഞ കണ്ണുകൾ മെല്ലെ തുറന്നു. ആ സാമീപ്യം കൊണ്ടാണ് കണ്ണ് തുറന്നപ്പോൾ ആ സച്ചിദാനന്ദ ബ്രഹ്മത്തെ ഉള്ളിലേക്ക് എത്തിയപ്പോൾ ഒരു ജീവൻ അങ്ങനെ കിട്ടിയപ്പോഴാണ് ഭഗവാനെ മുന്നിലേവം ഹരിയെ താൻ മിന്നി മിന്നി കണ്ടു. ഭഗവാൻ ഗരുഡാരൂഢനായിട്ട് കണ്ടപ്പോഴാണ് സ്വന്ത സരസ്വരുവലേന ഗൃഹീത ആർത്തോ ദൃഷ്ട്വാഗരുത്മതിഹരിം കൗപത്തചക്രം ഉൽക്ഷിപ്യ സാംബുജകരം ഗിരമാഹ കൃത്സ്രാൽ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. കഷ്ടപ്പെട്ട് ആ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു താമരമൊട്ട്, അത്രയും ശക്തി ഇല്ലായിരുന്നു, കഷ്ടപ്പെട്ട് ഒന്ന് പറിച്ചെടുത്ത് നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ അഖിലത്തിനും ഗുരു, അഖിലം എന്ന് പറഞ്ഞാൽ സകലത്തിനും ഗുരുവായിട്ടുള്ള ഭഗവാനെ അവിടത്തേക്ക് നമസ്കാരം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ആ താമരമുട്ടങ്ങനെ സമർപ്പിച്ചു. ആ താമരമുട്ടങ്ങനെ സ്വീകരിച്ചു ഭഗവാൻ. സ്വീകരിച്ച് കയ്യിൽ പിടിച്ചു കേട്ടോ. ഈ ഭാഗത്തുള്ള കയ്യിൽ ഇങ്ങനെ പിടിച്ചു, കാരണം ഇത് ആവശ്യമുള്ള ഇതല്ല ഇപ്പോഴും. പക്ഷേ ഇവിടുന്ന് വലിക്കാൻ കിട്ടില്ല. എന്തുകൊണ്ടാണ്? താഴോട്ടാണ്, തുമ്പിക്കൈയുടെ പ്രഭാവം കൊണ്ടാണ് ഇപ്പോൾ താമര കിട്ടിയത്. പക്ഷേ ഇദ്ദേഹത്തെ കൃത്യമായിട്ട് വലിക്കണമെങ്കിൽ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങണം. ഒരു നിമിഷം പോലും വൈകരുതെന്ന് തോന്നിയിട്ട്, ഗരുഡന് പോലും വേഗം കുറഞ്ഞു തോന്നിയിട്ട് ചാടി ഇറങ്ങി ആ തുമ്പിക്കൈയൊന്നിങ്ങനെ പിടിച്ചു. എത്രയോ കേമന്മാർ പിടിച്ചും വലിച്ചിട്ടും ഗജേന്ദ്രൻ പരിശ്രമിച്ചിട്ടും ബന്ധുക്കൾ പരിശ്രമിച്ചിട്ടൊന്നും സാധിച്ചില്ല. ഭഗവാൻ ഒന്ന് ചെന്നങ്ങനെ പിടിച്ചു. ഒരു വലിയ ഇങ്ങനെ വലിച്ചതോട് കൂടിയിട്ട് ആ ആനക കരയിലേക്ക് വലിച്ചിങ്ങെടുത്ത് നിട്ടു. അപ്പോഴാണ് കാലിൽ കടിച്ച് തൂങ്ങുന്ന വലിയ ഒരു മുതല രണ്ട് കരയിലേക്ക് എത്തി. ഒരു വലിയോടുകൂടി വൈദ്യുതി സ്പർശം ഉണ്ടാവുന്നത് പോലെയാണ് ഭഗവാന്റെ പ്രഭാവം. കാരണം ആനയെ ഭഗവാൻ സ്പർശിച്ചുള്ളൂ, പക്ഷേ ആനയുടെ അതിലെ കാലിൽ പിടിച്ചുള്ള മുതലയ്ക്കും ആ പ്രഭാവമുണ്ടായി, പ്രവാഹമുണ്ടായി, സച്ചിദാനന്ദ പ്രവാഹമുണ്ടായി. അങ്ങനെ ആനയെ മോചിപ്പിക്കുന്നു. തമ്പി വീക്ഷപീഡിതമജ സഹസാവതീര്യ സഗ്രാഹമാശു സരസകൃപയോജ്ജഹാര ഗ്രാഹാദ്വിപാടിത മുഖാദരിണാ ഗജേന്ദ്രം സംപശ്യതാരി അമൂജതുശ്രീയാണം. ഈ ചക്രായുധം എടുത്ത് ഒരു തൊടുത്തുവിടല് അടുത്തേക്ക് മുതലയുടെ കഴുത്തിന് നേരെ വന്ന് തറച്ചു. കഴുത്തിന് നേരെ കണ്ടു കൊടുത്തത്. എന്താണെന്നറിയോ? അവിടെ ഞാൻ വന്നിങ്ങനെ തറച്ചപ്പോൾ മുതലിങ്ങനെ വാവിളർന്നു. ഗജേന്ദ്രവും മോചിതോ ഗ്രഹാൻ. ഗജേന്ദ്രൻ മുതലയുടെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചു. ആദ്യ രംഗാണ് കാണുന്നത്. പക്ഷെ നിമിഷം കഴിയുമ്പോഴേക്കും ആനയില്ല ഇവിടെ. പീതവാസാ ചതുർഭുജ, 4 കൈകളോടുകൂടി പീതാംബര പെട്ടുകൊടുത്തിട്ടുള്ള അതിസുന്ദരമായ ഭാവത്തിൽ ഭഗവാൻ തന്നെയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഭഗവാൻ യഥാർത്ഥത്തിലുള്ള ഭഗവാൻ ഇവിടെ ഉണ്ടെങ്കിലും ഇപ്പോഴും മോക്ഷം കൊടുത്തു ഗജേന്ദ്രന്. ഈ മോക്ഷത്തിൻ്റെ പേര് സാരൂപ്യം. സാരൂപ്യം, സാമീപ്യം, സാഷ്ടി, മോക്ഷം പലതരത്തിലുണ്ട്. ഇത് ഭഗവാനെ പോലെ തന്നെയാണ് ഇപ്പോഴുള്ളത്. പക്ഷേ അതിനിടയിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും, ആ മുതലില്ല കേട്ടോ. ഇപ്പോൾ ഒരാൾ തൊഴുതുകൊണ്ട് നിൽക്കുന്നുണ്ട്, ഒരു ചെറുപ്പക്കാരനൊരു മിടുക്കൻ തൊഴുതുകൊണ്ട് നിൽക്കുന്നുണ്ട്. മുതലയുടെ രൂപം മാറി ദേഹായി. അത്ഭുതത്തിന് 2 പേർക്കും ഇതിലൂടെ മോക്ഷം കിട്ടി. ഈ സമയത്ത് ഗജേന്ദ്രൻ എന്തായാലും ഗജേന്ദ്രനാണല്ലോ അല്ലേ, ഭക്തനാണല്ലോ എന്നാണ് ഉദ്ദേശിച്ചത്. ആ ചതുർബാഹുവായിട്ടുള്ള വിഷ്ണുവിനെ പോലെ ശോഭിക്കുന്ന ഗജേന്ദ്രൻ ഇങ്ങനെ തൊഴുന്ന സമയത്ത് ഭഗവാൻ അവിടെ വെച്ച് പറയുകയാണ്, എന്നെയും ഈ ഗിരികന്ധര ഗാനനങ്ങളെയും ആരാണോ രാത്രി അവസാനിക്കുന്ന സമയത്ത്, പ്രഭാതം തുടങ്ങുന്ന സമയത്ത് സ്മരിക്കുന്നത്, അവർക്ക് ഞാൻ അന്ത്യനിമിഷത്തിൽ ഭക്തി ഉണ്ടാക്കും. എൻ്റെ സ്വരൂപ സ്മരണയുണ്ടാക്കിക്കൊണ്ട്
അന്തേ നാരായണ സ്മൃതി ഇല്ലേ, സദ്ഗതിയെ കൊടുക്കും. എന്നെയും എന്ത് വേണം, അങ്ങയെയും ഈ ഗിരിഗന്ധര ഗാനങ്ങളെയും സ്മരിക്കണം. അങ്ങനെ ഫലശ്രുതിയാണ് എൻ്റെ ഭഗവാൻ പറഞ്ഞതാണ് വർഷങ്ങൾക്ക് മുമ്പ്. അതാണ് ഗജേന്ദ്രമോക്ഷം സ്മരിക്കേണ്ടത്. എപ്പോഴാണ്? പ്രഭാതത്തിൽ സ്മരിക്കണം. അതിന് കുളിക്കാൻ വല്ല വിഷമമുണ്ടെങ്കിലും ദേഹശുദ്ധി വരുത്തിയിട്ട് ഇത്തിരി ഭസ്മം തൊട്ടിട്ട്, ഭസ്മസ്നാനം എന്ന് പറഞ്ഞിട്ട് പ്രമാണം കേട്ടോ, എന്നിട്ടും ജപിക്കാണ്. ഗജേന്ദ്രമോക്ഷം സ്മരിക്കേണ്ടത് ആ സമയത്താണ്. അത്ര വിശേഷമായിട്ട് ഫലശ്രുതി പറഞ്ഞു. അത് കഴിഞ്ഞതോടുകൂടി ഭഗവാൻ ഇങ്ങനെ കയ്യങ്ങോട്ട് ഒന്ന് ഉയർത്തി താഴ്ത്തിയതേ ഉള്ളൂ. അപ്പോഴേക്കെന്തായെന്നറിയോ, ഒരു ഗരുഡനും കൂടി അവിടെ വന്നു. എന്താ ഉദ്ദേശം എന്ന് മനസ്സിലായോ? ഈ ഗജേന്ദ്രനെ വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ്. പക്ഷെ ഈ ഗരുഡൻ്റെ പുറത്തിരുത്തിയിട്ട്, താൻ തന്നെ വന്നതിൻ്റെ പുറത്തിരുത്തിയിട്ടല്ല കൊണ്ടുപോകുന്നത്. പിന്നെ എങ്ങനെയാണ്? താൻ എങ്ങനെയാണോ വൈകുണ്ഠത്തിലേക്ക് പോകുന്നത് അതുപോലെ ഈ ഭക്തനെയും കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമാണ് ഭഗവാൻ. അങ്ങനെയാണ് കയറിയിരിക്കും എന്ന് പറഞ്ഞ് ആ പുതുതായിട്ട് വന്ന ഗരുഡൻ്റെ പുറത്ത് എന്ന് പറഞ്ഞാൽ ഗജേന്ദ്രനെ കൊണ്ടുപോകാൻ ഒരു ഗരുഡനെ കൂടി കൊണ്ടുവന്നു. പുറത്തവിടെ ഇരുത്തി ഭഗവാൻ കയറി. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭഗവാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ ഒപ്പുണ്ടായി നോക്കിക്കൊണ്ടിരിക്കില്ലേ? ഭഗവാനെ നോക്കിക്കൊണ്ടിരിക്കുക. ഭഗവാൻ ആരെയാണ് നോക്കുന്നത്? ഇങ്ങനെ ഒരു ഭക്തൻ വേറെ ഇല്ലല്ലോ എന്നുള്ള ഭാവത്തിൽ ഭക്തനെ നോക്കുന്നു. അപ്പോഴാണ് ഗരുഡൻ മെല്ലെ മെല്ലെ ചിറകടിച്ചു ഉയർന്നു പൊങ്ങുന്ന രംഗം. രണ്ടുദാർക്ഷ്യന്മാറിയിലേറി രണ്ടുപേരുമോപ്പം അല്ലലെന്നെ പരസ്പരം സല്ലപിച്ചും കൊണ്ട് അമ്പരന്നോരുംബോനും അമ്പരന്നോടുമ്പോൾ പക്ഷപാത സാമഘോഷ പക്ഷപാതനാട്യം. ദേവേന്ദ്രൻ, മറ്റുള്ള ദേവന്മാര് എല്ലാവരും ഇതാ പരിഭ്രമിച്ചുകൊണ്ട്, ഇതാ രണ്ട് വിഷ്ണു അല്ലേ, ഗരുഡൻ്റെ പുറത്ത് കയറി രണ്ടുപേരായിട്ട് വരുന്നതോ അല്ല, കണ്ണടച്ച് നോക്കട്ടെ ഒന്നുകൂടി, എനിക്ക് തോന്നുന്നതാണോ എന്ന് ഓരോരുത്തരും അവരിതുവരെ കണ്ടിട്ടില്ലാത്ത രംഗമാണ്. ആ സമയത്താണ് നീലവർണ്ണം ചേർന്ന വാനിൽ ചേലിയെത്തി പൊങ്ങി എൻ മനസ്സും കവർന്നോരാ ചിന്മയന്മാർ പോയി. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി രക്ഷിക്കണേ കൃഷ്ണ എന്ന് വാഴകുന്നു ഗുരുവായൂരിൽ വെച്ച് നേരിട്ട് കണ്ട രംഗം. അതാണ് നമ്മളിവിടെ അനുസ്മരിക്കുന്നത്. ഇത്രയും കഴിഞ്ഞപ്പോൾ ഈ കഥയൊക്കെ ആർക്കാ പറഞ്ഞു കൊടുക്കുന്നത്? പരീക്ഷിത്ത് മഹാരാജാവിന്. പരീക്ഷത്ത് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുക, എന്തൊരു ഭാഗ്യമാണ് ഒരു കാത്താനൊക്കെ കിട്ടിയതെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ഇദ്ദേഹം മുൻജന്മത്തിലുള്ള കർമ്മത്തിൻ്റെ ഫലമാണ് ഇപ്പോഴനുഭവിച്ചത്. ചെറിയൊരു പ്രാരബ്ധം ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു വിഷമം, അത് തീർത്തു കൊടുത്തു, അനുഗ്രഹിച്ചു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത് എപ്പോഴുള്ളത് പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. 3 വയസ്സുള്ള കുട്ടി ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ ചെയ്തതായിരിക്കുമോ? അല്ല, അതിൻ്റെ ഫലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജന്മം തരികയാണ്. അത് ചിലപ്പോൾ പട്ടിയായിരിക്കാം, ചിലപ്പോൾ പൂച്ചയായിരിക്കാം, ചിലപ്പോൾ ഈച്ചയായിരിക്കാം, ചിലപ്പോൾ ഓന്തായിരിക്കാം, അല്ലേ? പല തരത്തിലും കിട്ടും. പക്ഷെ അപ്പോഴൊന്നും തിരിച്ചറിവുണ്ടാവില്ല, മനുഷ്യജന്മത്തിലും ഉണ്ടാവുന്നില്ല. പക്ഷെ ഇവിടെ പൂർവജന്മ സ്മൃതി ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ വിശേഷം. മുൻവിദ്യഹാരായെന്ന് പറയോ, പാണ്ഡ്യരാജാവ്, നമ്മൾ കേട്ടിട്ടില്ലേ? പാണ്ഡ്യവംശം എന്നൊക്കെ പണ്ടേ കേട്ടതാണ്. ആ പാണ്ഡ്യ രാജാവായിരുന്നു ഇന്ദ്രദ്യുമ്നൻ എന്നായിരുന്നു പേര്. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാധിരാജ തുൽഭക്താത്മാ ചന്ദ്രനാദ്രോകരാജിൽ തുൽസേവായ മഗ്നധീരാലുലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാദിത്യ കാമം. അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനായിരുന്നു. അദ്ദേഹം ഉപദേശങ്ങളൊക്കെ കൊടുത്തതുകൊണ്ട് എപ്പോഴും രാജർഷിയായിട്ട് കഴിഞ്ഞുകൂടി ഭരണം നടത്തുന്നൊക്കെ ബാക്കിയുള്ളവരൊക്കെ കൃത്യമായിട്ട് ചെയ്യും. ഇദ്ദേഹത്തിൻ്റെ എന്താ പ്രധാനം? നാമം ജപിക്കുക, സഹസ്രനാമം ജപിക്കുക. അങ്ങനെ ചന്ദനപർവ്വതത്തിൽ, മലയപർവ്വതത്തിൽ ഈ രാജാവ് അങ്ങനെ എപ്പോഴും ഉപാസനയായിട്ട് കഴിഞ്ഞുകൂടുന്നു.
ഇദ്ദേഹത്തിൻ്റെ ആ ചാരിതാർത്ഥ്യത്തോടു കൂടിയിട്ടുള്ള ഉപാസനയുടെ ഫലം കിട്ടേണ്ട സമയം തോന്നി ഗുരുനാഥൻ ഒരു ദിവസം വന്നിട്ട് അദ്ദേഹം ശപിച്ചു എന്നാണ് പറയുക. ഈ മഹാത്മാക്കളുടെ ശാപവും അനുഗ്രഹമൊക്കെ നമ്മൾ പണ്ടേ പറയാറുണ്ടല്ലോ, ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് കേട്ടില്ലേ. ചിലപ്പോൾ ഈ ശാപമൊക്കെ കിട്ടുന്നത് ഒരുപോലെ ഏറ്റെടുക്കാൻ സാധിക്കണം. ശാപവും അനുഗ്രഹമൊക്കെ ഒരുപോലെയാണ്. ഇവിടെ ഗുരുനാഥൻ ശപിച്ചില്ലെങ്കിൽ എന്താവുമെന്നറിയോ? ഈ ജന്മം ഇങ്ങനെ ഇന്ദ്രദ്യുമ്നൻ കഴിഞ്ഞുകൂടി വീണ്ടും പുതിയ പ്രാരബ്ധം തീർക്കാൻ ഒരു ജന്മം എടുത്ത് ആ ജന്മവും കഴിഞ്ഞിട്ട് വേണം മോക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ. ശപിച്ചതുകൊണ്ട് എന്ത് കിട്ടി? വളരെ പെട്ടെന്ന് തന്നെ എന്താ ശപിച്ചതെന്നറിയോ? നീ ഒരു ആനയായി പോകട്ടെ, സ്തബ്ധാത്മാത്വം ഹസ്തിഭൂയം. ആനയായാലും ശാപമോക്ഷം കൊടുത്തില്ല ഉടനെ. എന്താ? ഭഗവത് സ്പർശം ഉണ്ടാകുന്നതോടുകൂടിയല്ല, ആത്മസ്മൃതി ഉണ്ടാകുന്നതോടുകൂടി അങ്ങേക്ക് മോക്ഷവും കിട്ടുമെന്ന് അനുഗ്രഹിച്ചു. അങ്ങനെയാണ് ഈ ഇന്ദ്രദ്യുമ്നൻ ആരായി മാറിയത്? ഗജേന്ദ്രനായിട്ട് മാറിയത്. ഇന്ദ്രദ്യുമ്നൻ തൻ്റെ ജീവിതം മുഴുവൻ കഴിച്ച് പിന്നീട് ജന്മമെടുത്ത് ഈ പ്രാരബ്ധം തീരണമെങ്കിൽ ജന്മം വേണം. അത് തീർന്നതിന് ശേഷം മാത്രമേ മോക്ഷത്തിലേക്ക് എത്തുള്ളൂമായിരുന്നു. പക്ഷേ ശാപം കിട്ടിയതോടുകൂടി അപ്പോഴത്തന്നെ ആനയായി മാറി. ആ ആനയാണ് ഇതേ മലയപർവ്വതത്തിൽ കഴിഞ്ഞത്. പിന്നെ രാജാവില്ലല്ലോ, ആനക്കൂട്ടങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞു. പ്രാരബ്ധമൊക്കെ ഏതാണ്ട് തീർന്നപ്പോഴാണ് ഏറ്റവും വലിയ പ്രാരബ്ധം, അവസാനത്തെ പ്രാരബ്ധേതായിരുന്നു ആ മുതലയുടെ പിടിയിൽപ്പെട്ടിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞു. അതോടുകൂടി ആ ആനയ്ക്ക് ഇതാ മോക്ഷം കിട്ടിയെന്ന് പറയാം. ഭഗവാനോടൊപ്പം എത്തി. പിന്നെ മറ്റദ്ദേഹം ഈ ആനയെ പിടിച്ചാളും കേവനാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഗന്ധർവനാണ് അദ്ദേഹം. ഹൂഹു എന്നാണ് പേര്. എല്ലാവർക്കും അറിയുന്നതാണോ? എന്നാൽ ഗന്ധർവന്മാർക്ക് പേരുകൾ രണ്ടക്ഷരത്തിലേ ഉണ്ടാവുള്ളൂ. അതും ഒരേ അക്ഷരം ഇങ്ങനെ ആവർത്തിച്ച് വരുന്ന തരത്തിലാണ് പേരുണ്ടാവുക. വേണമെങ്കിൽ ആലോചിച്ചോളൂ. ഹൂ ഹൂ, ഹാ ഹാ, ഹി ഹി, ഹേ, ഇങ്ങനെയൊക്കെയാണ് ഗന്ധർവന്മാരുടെയൊക്കെ ലിസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. ഇദ്ദേഹത്തിൻ്റെ പേര് ഹൂഹു എന്നാണ്. ഹൂഹൂസ്താവൽ ദേവലസ്യാഭിശാപാൽ ഗ്രാഹീഭൂത തജ്ജലേ വർദ്ധമാന. ഒരിക്കൽ അസമയത്ത് ഈ ഗന്ധർവയാമം എന്നൊരു സമയമുണ്ട്. അത് അസമയമാണ്. ആ സമയത്ത് വെള്ളത്തിൽ ഇറങ്ങാനും കുളിക്കാനും പാടില്ല. അപ്പോൾ ആ ഒരു സമയമായിപ്പോൾ ഈ സമയം അറിയാത്ത ഒരു സന്യാസി ദേവല മഹർഷി വെള്ളത്തിലിറങ്ങി മുങ്ങുകയും കയ്യിൽ വെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ കളിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്ക് ഇതാര് കണ്ടു? ഈ ഗന്ധർവൻ കണ്ടു. അദ്ദേഹത്തിന് നീ താടിക്കാരനെ ഒന്ന് കളിയാക്കണം തോന്നി. അങ്ങനെ ഒരു ചെറുപ്പവും മൂക്കൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുമല്ലോ. അങ്ങനെ തോന്നിയിട്ട് വെള്ളത്തിൽ മുങ്ങി വന്ന് ഇദ്ദേഹത്തിൻ്റെ കാല് നഖം കൊണ്ട് അമർത്തി പിടിച്ചു, മുറുകെ പിടിച്ചു. പണ്ടത്തെ കാലമല്ലേ, പുഴയിലൊക്കെ എന്താ ഉണ്ടാവുക? മുതലയിലേ ഉണ്ടാവുക. പേടിച്ച് മുതല പിടിച്ചു എന്നുള്ള ഭാവത്തിൽ കരയിലേക്ക് ഓടിക്കയറി ഈ ജടയൊക്കെ പിടിച്ചു കെട്ടി ഓടാൻ നോക്കുകയാണ്. രക്ഷപ്പെട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴാണ് എന്തായത്? നമ്മുടെ ഹൂ ഹൂ മറുഭാഗത്ത് നിന്ന് ഹാ ഹാ ചിരിച്ചു, അത്ര കൈകൊട്ടി ചിരിച്ചു. അപ്പോൾ നീയായിരുന്നു അല്ലേ? ഞാൻ വിചാരിച്ചു ഒരു മുതലയാണെന്നാണ് വിചാരിച്ച് പേടിച്ചു പോയി. എന്നാൽ എൻ്റെ വിചാരം തെറ്റിക്കുന്നില്ല, നീ ഒരു മുതലയായി പോകട്ടെ എന്ന് ശ്രമിച്ചു. അങ്ങനെയാണ് ആര് മുതലയാകുന്നത്? നമ്മുടെ ഈ ഹൂഹു എന്ന ഗന്ധർവൻ മുതലയാകുന്നത്. പക്ഷേ മുതലയാകുന്നതിന് തൊട്ട് മുമ്പുള്ള കുറച്ച് സമയം കിട്ടുമല്ലോ, അല്ല അത് വലിയൊരു ഭാഗ്യമല്ലേ. മുതലയാവുന്നതിന് മുമ്പ് ഒരു കുറച്ച് സമയം ഉണ്ടായി. ആ സമയത്ത് നമ്മുടെ ഹൂഹു എന്ത് ചെയ്തെന്ന് അറിയോ? ഇദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണിട്ട് ക്ഷമാപണം ചെയ്യാണ്, എന്നെ രക്ഷിക്കുന്നുണ്ട്, ഞാൻ അറിയാതെ അവിടുന്ന് അബദ്ധാണെന്ന് പറഞ്ഞപ്പോൾ മഹർഷി പറഞ്ഞു, ഏതായാലും പേടിക്കണ്ട, ഒന്നിൽ പഴിച്ച 3 എന്നൊരു പ്രമാണം പണ്ടേ പറയുന്നത് കേട്ടിട്ടുണ്ട്. 2 തവണ കാല് പിടിച്ചു, ഇനി നീ എൻ്റെ കാല് പിടിച്ചാൽ പോരാ. ഇപ്പോൾ പിടിച്ചില്ലേ, ഇതുപോലൊരു ഭക്തൻ്റെ കാല് പിടിക്കാൻ ഇടവരിക, അപ്പോഴും നിനക്ക് മോക്ഷവും കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ ഒരു 2 മിനിറ്റ് സമയം കഴിയുമ്പോഴേക്കും മുതലയായിട്ട് വെള്ളത്തിലേക്ക് വീണു. ഒരുപാട് കാലം ഈ മുതല കഴിഞ്ഞുകൂടി ഒരുപാട് ആനകൾ വന്നു, മറ്റുള്ള നാട്ടുകാരൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷേ ആരൊക്കെ വന്നാലും ഒന്നും പിടിച്ചില്ല. ഈ മുതൽ ആരും പിടിക്കാറില്ല. ഈ ഗജേന്ദ്രൻ വന്നപ്പോൾ ആ പാദം കൃത്യമായിട്ട് മനസ്സിലാക്കി പിടിച്ചു. അത് മുറുകെ പിടിച്ച് ഞാൻ വിടില്ല, അതെന്തെങ്കിലും തീരുമാനമായാലും വിടുള്ളൂ എന്നുള്ള ഭാവത്തിൽ ആ ഭക്തൻ്റെ കാല് മുറുകെ പിടിച്ചതോടുകൂടി മോക്ഷവും കിട്ടി. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭാവത്തിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. പ്രഭാതത്തിൽ കേട്ടാൽ വിശേഷമാണ്. ശ്രീമദ് ഭാഗവതത്തിലെ 8ാം സ്കന്ധത്തിലെ ഈ 3-ാമത്തെ അധ്യായം ആണ് ഏറ്റവും ശ്രേഷ്ഠം ഉപാസനയ്ക്ക്. 33 ശ്ലോകങ്ങളാണ് 3-ാമത്തെ അധ്യായത്തിലുള്ളത്. ഇതിൽ ഗജേന്ദ്രൻ സ്തുതിച്ചു എന്ന് പറയൽ മാത്രമല്ല, ആ സ്തുതികൾ മുഴുവനുണ്ട്. ആ സ്തുതികൾ കഴിഞ്ഞിട്ട് ഗജേന്ദ്രൻ്റെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷമാകുന്ന രംഗം, ആ ഗജേന്ദ്രൻ
താമരമൊട്ട് കൊണ്ട് അങ്ങോട്ട് താമരമൊട്ട് സമർപ്പിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടുന്ന രംഗം എല്ലാം ഇതിനകത്തുണ്ട്. ഈ ഒരു അധ്യായത്തിനകത്തുണ്ട്. ഒരു 7 മിനിറ്റ് ഉണ്ടായത് വായിച്ചു തീർക്കാം. 40 ദിവസം തുടർച്ചയായിട്ട് ജപിച്ചാൽ അത് ഹൃദയസ്ഥാവും. പിന്നെ പുസ്തകവും വേണ്ട, മറന്നുപോയാലൊന്നും പേടിക്കാനില്ല എന്നർത്ഥം. ഇവിടെ ഉണ്ണിക്കണ്ണൻ്റെ മുന്നിലൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലേ, ഒരു പ്രദക്ഷിണമൊക്കെ ചെയ്യുമ്പോഴേക്കും ഗജേന്ദ്ര മോക്ഷം സമർപ്പിക്കാം. വീണ്ടും മുന്നിലെത്തുമ്പോഴേക്കും എന്താവും? നാരായണ അഖില ഗുരുവോ ഭഗവൻ നമസ്തേ എന്ന് ജപിക്കാറാവും. സാധിക്കുന്നവർക്ക് ചെയ്യാം. പറയേണ്ടത് അതിൻ്റെ ഭാഗമാണ് അല്ലേ. അത് ഉൾക്കൊള്ളേണ്ടത് അവരവരുടെ ഇഷ്ടമാണ്. എനിക്കിഷ്ടമില്ല, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ തീർന്നല്ലേ. പക്ഷെ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് എവിടെയെങ്കിലും ആർക്കെങ്കിലും മനസ്സിലേക്ക് തട്ടിയിട്ടുണ്ടെങ്കിൽ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ ഈശനായി തീരാനും സാത്തനായി മാറാനും ആശിപ്പതില്ല ഞാൻ ജീവിതത്തിൽ. കാർമുകിൽ പോലെ കരയാനും ഉൽപുല്ലതാരകം പോലെ ചിരിക്കാനും എന്ന് പറഞ്ഞില്ല. ആ ഭാവത്തിൽ നമുക്കിവിടെ ജീവിക്കുന്ന സമയത്ത് കിട്ടേണ്ടുന്ന ചില സന്ദേശങ്ങൾ അത് ഈ കഥകളിലൂടെയൊക്കെ കിട്ടണം. അല്ലാതെ വെറുതെ എന്താ പറയുക, കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് പറഞ്ഞത് ഗജേന്ദ്ര മോക്ഷത്തിലൂടെ. ഇതിപ്പോൾ സമയം ഒരുപാട് എടുത്തിട്ടാണ് പറഞ്ഞത്. ഇത് 5 മിനിറ്റേ വേണ്ടതുള്ളൂ ശരിക്കും പറഞ്ഞാൽ കേട്ടോ. 5 മിനിറ്റ് കൊണ്ടും പറയാം അല്ലേ, ഈ സമയം കൊണ്ടും പറയാം, ഇതിലധികം കൊണ്ടും. ഗുരുവായൂരിൽ 4 തവണ മറ്റാണ് കഴിഞ്ഞ വർഷം ഗജേന്ദ്ര മോക്ഷം ഉണ്ടായത്. 1.5 മണിക്കൂറാണ് അനുവദിച്ചിട്ടുള്ളതെന്ന് അർത്ഥം. എന്നോട് ചോദിച്ചു വേറെ ഏതൊക്കെ കഥയാണ് പറയുന്നതെന്ന് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ നോക്കിയിട്ട് വേണ്ടതുപോലെ ആയിക്കോട്ടെ, അങ്ങ് തിരുമേനിയുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. 1.5 മണിക്കൂർ കൊണ്ട് മതിയാവുന്നില്ല. പിന്നെ അവസാനം ഓടിച്ചു പിടിച്ചതാണ്. അപ്പം എന്താ അർത്ഥം മനസ്സിലായില്ലേ? നമുക്കിത് കൃത്യമായിട്ട് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഭാഗവതത്തിൻ്റെ സന്ദേശം. അത് ഇത്രയും സമയമെങ്കിലും നമുക്ക് എടുത്തുകൊണ്ട് മറ്റുള്ളത് ചുരുക്കാം. ഞാൻ ഉദ്ദേശം എന്താ അറിയോ, അടിപിടിയും യുദ്ധങ്ങളൊക്കെ വരുമ്പോൾ അത് ചുരുക്കാം. അത് മുറ്റത്തിറങ്ങിയാൽ കാണുന്ന കാര്യങ്ങളാണ്. വാർത്ത കാണണമെന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ കാണുന്നതാണെങ്കിൽ അത് നമ്മൾ ഭാഗവതത്തിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, പണ്ട് ഇതൊന്നും കാണാത്ത സമയത്ത് കുറച്ച് യുദ്ധം ചെയ്തൊക്കെ പറയാം. ഇപ്പോഴതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ ആശ്രയിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണം. ഇത് സാധിക്കാത്തവർക്കാണ് എളുപ്പമാർഗം. ഒരു 3 മിനിറ്റ് മതി. എത്ര 26ാമത്തെ ദശകമുണ്ട് നാരായണത്തിൽ. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് സമയം കുറവായതുകൊണ്ട് ചുരുക്കിയിട്ട് പറഞ്ഞത്. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാധിരാജ തുൽഭഗതാത്മാ ചന്ദനാദ്രോഗാജിൽ തുൽസേവായ മഗ്നധീരാലുലോകേനൈവാഗസ്ത്യം പ്രാപ്തമാദിത്യകാമം. വേഗത്തിൽ ചൊല്ലിയ 3 മിനിറ്റ് കിട്ടുള്ളൂ. അത് ചൊല്ലിയാലും ഗജേന്ദ്ര മോക്ഷം മുഴുവൻ സ്മരിച്ച ഫലം. ഇതും പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അടുത്തത് എന്താണെന്ന് അറിയോ, ഇതിലും ചുരുക്കിയിട്ടാവും. ഒരു 1/2 മിനിറ്റ് മതി. എന്താണത്? കുംഭീന്ദ്രൻ പോയി ത്രികൂടാചലസരസി മുതാ പണ്ടഗസ്ത്യസ്യ ശാപാൽ പിൻകാലിൻ മേൽ കടിച്ചാൻ മുതല കടിവിടാണ്ട് 1000 ആണ്ടുഴന്നാൻ അന്നേരം പോന്നു വന്നു മുരരിപു ഗരുഡാരൂഢനായി ധ്യാനശക്തി ആ നക്രം ചക്രയിട കൊന്ന് ആ കരിവരന് അഥ സായുജ്യമേകി മുകുന്ദൻ. ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് കണക്കൂട്ടു, ഒരു 10-50 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇങ്ങനെ ഓരോരുത്തർക്കും ഓൺലൈനിൽ നാരായണീയം വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. ഭാഗവതം തന്നെ കൊട്ടിയൂരിൽ നിന്നൊക്കെ കഥ പറയുന്നുണ്ട്. പൂന്താനത്തിൻ്റെ ഭാഗവതം മറന്നുപോയി അദ്ദേഹത്തിന് പിന്നെ ഭാഗവതം വായിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? മറ്റൊരു ഭാഗവതം കിട്ടാനുണ്ടാവില്ല. ആ ഗ്രന്ഥത്തിലൊക്കെ എഴുതിയത് ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച സമാജത്തിൽ എന്തേ ഉള്ളൂ, ഈ ഒരു ശ്ലോകം ചൊല്ലിയിട്ട് നമസ്കരിക്കും. ഇതൊന്നും വായിക്കാനറിയാത്ത സാധാരണക്കാരായിരിക്കുമല്ലോ, അവർക്ക് ആ ഒരു നമസ്കാരം മാത്രം മതി. കുന്തിസ്തുതി മുഴുവൻ അറിയണമെങ്കിൽ ഭാഗവതം വായിക്കണം, അതൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് എന്തുണ്ട്, ആ 2 ശ്ലോകം അറിയാം. ചിലപ്പോഴത് കുന്തിസ്തുതിയിലാണെന്ന് പോലും അറിയില്ല. പക്ഷെ ആ ശ്ലോകം ചൊല്ലി നിത്യേന അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ നമസ്കരിക്കാൻ വരുന്നുണ്ടെങ്കിൽ ആ സൗഭാഗ്യമാണ് നമുക്ക് ഏറ്റെടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഇനി ഇതും ചൊല്ലാൻ സാധിക്കാത്തവരൊന്നും ചൊല്ലണ്ട. അത്രയും പറയാം അല്ലെ. ഒന്നും പറ്റില്ലെങ്കിൽ നമുക്കിത് അല്ലേ എളുപ്പത്തിൽ ഏറ്റെടുക്കാനുള്ള വഴികളൊക്കെ പറഞ്ഞു. ഇതും സാധിക്കില്ലെങ്കിൽ നമുക്കിനൊരു നിവൃത്തിയില്ല. ഇങ്ങനെ ഗജേന്ദ്രമോക്ഷമൊക്കെ നമുക്ക് ഏറ്റെടുക്കാൻ സൗഭാഗ്യം ഉണ്ടാവട്ടെ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ്റെ സന്നിധിയിൽ ഇന്ന് ആരോ പറഞ്ഞില്ലേ, അതുപോലെ ഭരണി കൂടിയാണ് അല്ലേ. അങ്ങനെ ഭരണി കൂടിയായ ഈ സുദിനത്തിൽ ചില സ്ഥലത്ത് പൊങ്കാലുണ്ടെന്നൊക്കെ പറഞ്ഞു, ഭരണി കാണുമെന്ന് പറഞ്ഞു, പിന്നെ അങ്ങനെ പലതും പറഞ്ഞു. ഇന്നലെ അശ്വതി അല്ലേ കാവ് തുണ്ടലുണ്ടെന്നൊക്കെ പറഞ്ഞു. ഏതായാലും അങ്ങനെയുള്ളൊരു സുദിനത്തിൽ ഈ വിശേഷപ്പെട്ട സന്ദർഭത്തിൽ
നമുക്കും ബുധനാഴ്ച വിജേന്ദ്രമോക്ഷം സമർപ്പിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അനന്തകോടി നമസ്കാരങ്ങൾ ശ്രീ പാർത്ഥസാരഥിയുടെ പാദകമലത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഈ വിജേന്ദ്രമോക്ഷം ഉണ്ണിക്കണ്ണൻ്റെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇനി അടുത്ത കഥാഭാഗം കുറച്ച് വായിക്കാനുണ്ട്, അത് വായിച്ച്